ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലും ആയിട്ട് രണ്ട് വിഭാഗം മുഅ്മിനുകളുണ്ട്. ഭൂമിക്കടിയിൽ മുഅ്മിനീങ്ങളുണ്ട്, ഭൂമിക്ക് മുകളിലും മുഅ്മിനീങ്ങളുണ്ട്. രണ്ട് വിഭാഗമാണ് മുഅ്മിനുകൾ. എന്നാൽ ഇത് ഒരു വിഭാഗം തന്നെയാണ്. പക്ഷെ ഭൂമിക്കടിയിലേക്ക് പോയ മുഅ്മിനുകൾ ഭൂമിക്ക് മുകളിലുള്ള മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി നിൽക്കുന്നവരാണ്. ഭൂമിക്കടിയിലേക്ക് പോയ മുഅ്മിനുകൾ അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലാക്കി പൂർത്തിയാക്കി അവർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് തിരിച്ചു പോയവരാണ്. അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള ആളുകൾക്ക് അവർ ഒരു ഉദാഹരണവും അവർക്ക് പിൻപറ്റാവുന്ന ഒരു സബീലുമാണ്. ലോകത്തെ ഏറ്റവും വലിയ നേതാവാണല്ലോ പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. ആർക്കാണ് തർക്കമുള്ളത്? ലോകത്തൊരു മുഅ്മിനായ മനുഷ്യന്, ഒരു മുസ്ലിമിന് അള്ളാഹുവിൻ്റെ ഹബീബാണ് ഏറ്റവും മഹാൻ. ഈ പ്രപഞ്ചമണ്ഡലത്തിൽ അഖിലാണ്ട കടാഹങ്ങളിൽ ഏറ്റവും മഹാൻ മുഹമ്മദ് മുസ്തഫയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം ലോകത്തൊരു മുസ്ലിമിനും ഇല്ലല്ലോ. അൽ മിസാലുൽ അഅല, ഏറ്റവും വലിയ ഉദാഹരണം പുണ്യ റസൂലാണ് എന്ന കാര്യത്തിലും തർക്കമില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ഖൈറിൻ്റെ ഉദാഹരണം മുഹമ്മദ് മുസ്തഫയാണ്. അതിന് മേലെ ഇനി ഒരാളില്ല. അത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഈ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. സുമ്മ ഔഹൈനാ ഇലൈക, പിന്നീട് നാം അങ്ങേക്ക് വഹി അറിയിച്ചിട്ടുണ്ട്. എന്താണ് വഹി അറിയിച്ചിട്ടുള്ളത്? അനിത്തബിഅ മില്ലത ഇബ്രാഹീം, ഇബ്രാഹിം തിരഞ്ഞെടുത്ത, ഇബ്രാഹീമിന് കനിഞ്ഞരുളിയ അലൈഹിസ്സലാം ആ മാർഗത്തെ അങ്ങ് അനുധാവനം ചെയ്യണം. സയ്യിദുന ഇബ്രാഹിം നല്ല റാഹത്തായി സദസ്സിലിരിക്കണം. ഈ തെർദിയത്തും സലാമും ഒക്കെയാണ് ഒരു മജ്ലിസിൻ്റെ ലാഭം. ഇവിടെ ആയത്തൊന്നും കൂടി ഞാൻ ഊതിത്തരാം. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. സുമ്മ ഔഹൈനാ ഇലൈക, അങ്ങേക്ക് നാം വഹി അറിയിച്ചു. എന്താണ് വഹി അറിയിച്ചത്? അനിത്തബിഅ, അങ്ങ് പിന്തുടരണം. എന്തിനോട്? മില്ലത ഇബ്രാഹീം, ഇബ്രാഹീമി ചര്യയോട്, ഇബ്രാഹീമി മാർഗത്തോട് അലൈഹിസ്സലാം. എന്താണ് ഇബ്രാഹീമി മാർഗം? അത് മുഹമ്മദി മാർഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദി മാർഗം തന്നെയാണ് ഇബ്രാഹീമി മാർഗം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് മുഹമ്മദി മാർഗം എന്നാ പറയാ. ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിർലുലമി. അവരെല്ലാം പുണ്യ റസൂൽ സൂര്യനും അവർ നക്ഷത്രങ്ങളുമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ സൂര്യനാണ്. സൂര്യൻ്റെ വെളിച്ചത്തെ ആഗിരണം ചെയ്ത് പ്രകാശം കൊടുക്കുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെ അവരുള്ളൂ. അത്രയും വലിയ ഉന്നത സ്ഥാനത്താണ് മുഹമ്മദ്. എന്നിട്ടും പറഞ്ഞതെന്താ? സുമ്മ ഔഹൈനാ ഇലൈക, സുമ്മ ഔഹൈനാ ഇലൈക, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. സുമ്മ ഔഹൈനാ ഇലൈക, പിന്നീട് താങ്കൾക്ക് നാം വഹി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനിത്തബിഅ, താങ്കൾ പിൻപറ്റണം നബിയെ മുഹമ്മദ് മുസ്തഫ തങ്ങളോട്. ആരോടാണ് പിൻപറ്റേണ്ടത്? മില്ലത ഇബ്രാഹീം, ഇബ്രാഹീമി ചര്യയോട്. ഈ ആൾ ആരാണ്? ഇബ്രാഹിം രണ്ടാമത്തെ ആളാണ്, ഒന്നാമത്തെ ആളല്ല. രണ്ടാമത്തെ ആളെ പിൻപറ്റണമെന്ന് ഒന്നാമത്തെ ആളോട് പറയാം. ഒന്നാമത്തെ ആളെ മാർഗം, രണ്ടാമത്തെ ആളെ മാർഗം ഒന്നാമത്തെ ആളെ മാർഗം തന്നെയാണ്. നൂറുൽ മുഹമ്മദി എന്നതിനെയാണ് ആദം അലൈഹിസ്സലാം പിന്തുടർന്നത്.
അന്നൂറുൽ മുഹമ്മദി എന്നതിനെയാണ് ഷീസ് പിന്തുടർന്നത്. അന്നൂറുൽ മുഹമ്മദിയെ ആണ് ഇദ്രീസ് പിന്തുടർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അന്നൂറുൽ മുഹമ്മദി എന്നതിന് തന്നെയാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ഉറക്ക സയ്യിദുനാ നൂഹ്. അന്നൂറുൽ മുഹമ്മദി എന്ന അതിനെയാണ് സയ്യിദുനാ സാമ പിന്തുടർന്നത്. അതേ മാർഗത്തിലാണ് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനെയാണ് പിന്തുടർന്നത്? അന്നൂറുൽ മുഹമ്മദി, അന്നൂറുൽ അവൽ, അന്നൂറുൽ മുഖ്താർ. തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രകാശമാണ് അന്നൂറുൽ മുഹമ്മദി. ആ പ്രകാശത്തെ പിന്തുടരാത്ത ഒരാളുമില്ല. ആ പ്രകാശത്തെ പിന്തുടർന്നില്ലെങ്കിൽ അവർ കാഫിറാവും. ലൗ കാന മൂസ വഈസ ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ വഇല്ലാ ലഅകബ്ബഹും അല്ലാഹു ഫിന്നാർ. മൂസായും ഈസായും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ പറയാ, ലൗ കാന മൂസ വഈസ ഹയ്യൈൻ, ഇന്ന് മൂസായും ഈസായും അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ, എന്നെ പിന്തുടരുകയല്ലാത്ത ഒരു വഴിയും അവർക്കില്ല. എന്നെ പിന്തുടരുന്നതിന് അവരെന്തെങ്കിലും മടി കാണിച്ചാലോ ലഅകബ്ബഹുമല്ലാഹു ഫിന്നാർ, അവരെ രണ്ടാളെയും അള്ളാഹു മുഖം കുത്തി നരകത്തിലേക്ക് എറിയും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ അമ്പിയാക്കളും പിൻപറ്റിയതാരയ അന്നൂറുൽ മുഹമ്മദി. ഇതിന് ഖുർആനിൽ നൂറുകണക്കിന് സാക്ഷ്യങ്ങളാണ്. വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. വഇദ് അഖറല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. آل عمران. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. അമ്പിയാക്കളെ, നിങ്ങൾക്ക് ഞാൻ നബുവത്ത് തരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? ثم جاءكم رسول النور الأولായ മുഹമ്മദ്. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ കാലത്ത് ജീവിച്ചാൽ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ നിങ്ങളുടെ ഇടപാട് നിർത്തി മുഹമ്മദിന്റെ മുത്തബിയാകണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരണം. പിന്തുടർന്നാൽ പോരാ, വലതൻസുറുന്നഹു, നിങ്ങൾ മുഹമ്മദ് എന്ന ആളുടെ സഹായികളാണ്. അപ്പോൾ നിങ്ങൾ മുഹമ്മദ് എന്ന ആളുടെ കൊണ്ട് ഇത്തിബായ് ചെയ്ത മുഅ്മിനുമാകണം, സ്വഹാബിയായ നാസിറായ അൻസാരിയുമാകണം. ഖാല അഖറർതും, നിങ്ങൾ ഇത് സമ്മതിച്ചോ? വഅഖൽതും അലാ ദാലികും ഇസ്രി, ഈ വ്യവസ്ഥയനുസരിച്ച് നുബുവത്ത് ഏറ്റെടുക്കാൻ നിങ്ങൾ 1,23,999 ആളുകൾ തയ്യാറുണ്ടോ? ഖാലു ബല, അവർ പറഞ്ഞു അതെ, ബല, അതെ, ഞങ്ങൾ ഈ 1,23,999 ഞങ്ങളും മുഹമ്മദ് മുസ്തഫ വന്നാൽ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കും. ഖാലു ബല, അതെ, ഞങ്ങൾ സമ്മതിച്ചു. ഖാല ഫഷ്ഹദു, പറഞ്ഞാൽ പോരാ, നിങ്ങൾ സാക്ഷികളാണ്, തമ്മിൽ സാക്ഷ്യപ്പെടുത്തി നിൽക്കണം. അപ്പോൾ ഒരാൾ സമ്മതിച്ചാൽ 1,23,998 ആള് സാക്ഷിയാവും. നിങ്ങൾ ഈ വ്യവസ്ഥക്കനുസരിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് റബ്ബുൽ ആലമീനായ ഞാൻ സാക്ഷിയാവും. എന്നാലേ നുബുവത്ത് തരൂ. അത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ ആളോട് അള്ളാഹു പറയുന്നത് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിം, താങ്കൾ ഇബ്രാഹിമി മാർഗത്തെ അനുധാവനം ചെയ്യാം എന്ന്. എന്ത്? അന്ന് ഇബ്രാഹിം ഭൂമിക്കടിയിലാണ്, മുഹമ്മദ് മുസ്തഫ ഭൂമിക്ക് മുകളിലാണ്. തല കൊടുത്ത് ചിന്തിക്കണം. ഒരു കാരണമാണ്, ഇനി ഒരുപാട് കാരണമുണ്ട്. ഇതൊരു കാരണം. ഖുർആനിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരായത്താണത്. കാരണം എന്തുകൊണ്ട് പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റിനെ പിൻപറ്റണം എന്ന് പറയാ?
ഈ ആളാരാ? ഇയാൾ മുഹമ്മദ് മുസ്തഫ. ഈ ആളാരാ? ഇത് റഹ്മത്തുല്ലിൽ ആലമീൻ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ റസൂലുൽ ഖൗമ, റസൂലുൽ ആലമീൻ അല്ല. ഒരാളും റസൂലുൽ ആലമീൻ അല്ല. സെമിറ്റുകളുടെ റസൂലാണ് സയ്യിദുനാ ഇബ്രാഹിം. സെമിറ്റിക്കുകൾക്ക് റസൂലാണ്. സെമിറ്റിക്കുകൾക്ക് റസൂലാണ് സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കപ്പറ സയ്യിദുനാ ഇബ്രാഹിം. സെമിറ്റിക്കുകൾക്ക് റസൂലാണ് സയ്യിദ് ഇബ്രാഹിം. BC 1997 ജനിച്ച് BC 1822 സയ്യിദ് ഇബ്രാഹിമിൻ്റെ വഫാത്ത് അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം അലൈഹിസ്സലാം സെമിറ്റിക്കുകൾക്ക് റസൂലാണ്. ആരല്ല? റസൂലുൽ ആലമീനല്ല. സെമിറ്റിക്കുകൾക്ക് മാത്രം റസൂലാണ്. ഏറെ പറഞ്ഞാൽ അങ്ങനെ പറയാം, ഇത്രേ പറയാൻ പറ്റൂ. ഇതാരാ? എല്ലാവർക്കും റസൂലാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും പറഞ്ഞത് ഇബ്രാഹിമ ഹനീഫ എന്നാണ്. അപ്പം എന്താ ഇതിൻ്റെ ഒരർത്ഥം? ഒരർത്ഥം ഞാൻ പറയാം, നിങ്ങൾ തല കുറഞ്ഞ് കേട്ടണം, നല്ല പോലെ തല കൊടുത്ത് ചിന്തിക്കണം. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട് മുഅ്മിനായി മരിച്ചുപോയ ആളുകൾ നമ്മുടെ ഉദാഹരണങ്ങളാണ്. അവരെ പിൻപറ്റിപ്പോയാൽ മാത്രമേ നമുക്ക് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ കഴിയൂ. ഇതാ, അവരെ വിമർശിക്കാൻ പാടില്ല. മരിച്ചു പോയവർ അവർ ഉദാഹരണമാണ്. അത് ഉദാഹരണം തന്നെയാണ്. അവർ വെളിച്ചങ്ങൾ തന്നെയാണ്. അവരെ കൊണ്ടാണ് നമ്മൾ ഇവിടെ മുഅ്മിനായത്. അവരുടെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവരെ നിസാരപ്പെടുത്താൻ പാടില്ല. അവരെ ഇമാറത്ത് ചെയ്യണം. ഇത് അവരുടെ വീടാണ്. അപ്പോൾ ആ വീടിനെ ഇമാറത്ത് ചെയ്യണം. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ലാതെ കിടന്നിരുന്ന ഒരു മണ്ണിനെ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പയും കുടുംബവും അതൊരു കോലത്തിലാക്കി. അൽഹംദുലില്ലാ, അതിൻ്റെ ഖൈറും ബറക്കത്തും അള്ളാഹു അവർക്ക് ഏറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ അതൊരു ഉദാഹരണം. ഇപ്പോൾ അവിടെ സായിര്യങ്ങളായ ആളുകൾക്ക് സന്തോഷമായി റാഹത്തായി അവിടെ കയറി സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയത് ഈ സിയാറത്ത് കേന്ദ്രങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമാണ് ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം. അത് ബഹുമാനപ്പെട്ട ഷറഫാക്കപ്പെട്ട റൗളത്തു ഷരീഫത്തുൽ മുത്തഹറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫാണ്. ആ മണ്ണിനോളം ഒന്നും വരൂല. ഹത്താ അഫ്ളലു മിൻ തുർബത്തിൽ കഅബ എന്ന് ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ. 4 ഇമാമുകൾക്ക് ഏകോപിച്ച അഭിപ്രായമാണ്. തുർബത്തു ഖബരിൻ നബിയിൽ മുസ്തഫ അഫ്ളലു തുർബത്തിൽ അർള് ഹത്താ അഫ്ളലു മിൻ തുർബത്തിൽ കഅബ. കഅബയുടെ മണ്ണിനേക്കാളും ഷറഫാക്കപ്പെട്ട് പട്ട മണ്ണ് പുണ്യ റസൂൽ തങ്ങൾ കിടക്കുന്ന ഖബറിലെ മണ്ണാണ്. ഹത്താ അഫ്ളലു മിനൽ അർശി വൽ കുർസി വൽ ലൗഹി വൽ ഖലം. പുണ്യ റസൂലിൻ്റെ ഖബർ ഷരീഫ്, ആ മണ്ണ്, ആ ശരീരം ഷറഫാക്കപ്പെട്ട ആ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണ് അർശിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? അർശിനെയും അള്ളാഹു പടച്ചത് ഈ ആൾക്ക് വേണ്ടിയാണ്. മുഹമ്മദ്, ഉറക്കപ്പറ മുഹമ്മദ്. എന്താണതൊക്കെ നമ്മൾ ചിന്തിക്കാത്തത്? പുണ്യ റസൂലിനെ പോലെ ആരുമില്ല. അപ്പം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടാണ്. ആ കിടക്കുന്ന വീടാണ്. ആ ഷറഫാക്കപ്പെട്ട ജസദു ഷരീഫ് കിടക്കുന്ന മണ്ണ. അതിനോളം ഒന്നും വലിയ ആ പരിശുദ്ധമായ മണ്ണോളം ഒന്നും വരില്ല. حتى أفضل من تربة الكعبة وحتى أفضل من العرش والكرسي واللوح والقلم. ഹബീബായ മുഹമ്മദ് മുസ്തഫ കിടക്കുന്ന ആ ഒരു സ്ഥലം എന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്? അതിൻ്റെ ബാക്കിയാണ് ഈ കിടക്കണതൊക്കെ. ആ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അവിടുത്തെ പൊന്നുമോൾ ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സന്തതികൾ, ഒന്ന് സയ്യിദ്ന ഹസൻ റളിയല്ലാഹു, ഒന്ന് സയ്യിദ്ന ഹുസൈൻ.
ചിന്തിക്ക്. അവരെ പോലെ ആരുമില്ല. അവരെ മക്കളാണ് അഹ്ലുൽ ബൈത്തായി കിടക്കണമൊക്കെ. من أحب حسينا من أحب حسينا أحبه الله من أحب هذين وأباهما وأمهما كان معي في درجتي يوم القيامة من أحب هذين ഈ രണ്ടാളെയും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അബാഹുമ അവർ രണ്ടാളും ബാപ്പയെയും ഉമ്മഹുമ അവർ രണ്ടാളുടെയും ഉമ്മയെയും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ കാനമായി ആ വ്യക്തി എൻ്റെ കൂടെയായിരിക്കും. ഫി ദറജത്തി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനത്തായിരിക്കും. എൻ്റെ ദറജ എന്ന് പറഞ്ഞാൽ ആളും മഖാം മഹ്മൂദിലാണെന്നല്ല, വലിയ ഉന്നതമായ സ്ഥാനം അയാൾക്ക് കിട്ടും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വലിയ സ്ഥാനം കിട്ടാൻ എന്താണ് വേണ്ടത്? മൻ അഹബ്ബ ഹാദൈനി വ അബാഹുമാ വ ഉമ്മഹുമാ. ഈ രണ്ട് കുട്ടികളെ ഇഷ്ടപ്പെടുക. ഒന്ന് സയ്യിദുന ഹസൻ, ഒന്ന് സയ്യിദുന ഹുസൈൻ. വ അബാഹുമാ അവർ രണ്ടാളും ബാപ്പയെയും, വ ഉമ്മഹുമാ അവർ രണ്ടാളും ഉമ്മയെയും, ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നാൽ കാനമായി ഫി ദറജത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ കൂടെയായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവരെ കൂടെയാകാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ 4 ആളുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹും ഇന്നല്ലാഹ ജഅല കുല്ലി നബി ജഅല കുല്ല നബിയിൻ ജഅല ദുർരിയത കുല്ലി നബിയിൻ മിൻ സുൽബിഹി വജഅല ദുർരിയതി മിൻ സുൽബി അലി. എല്ലാ നബിമാരുടെയും മക്കളെ ആ നബിയുടെ മുതുകിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ എന്റെ മക്കളെ അള്ളാഹു തആല ലോകാവസാനം വരെയുള്ള മക്കളെ ഈ അലിയുടെ മുതുകിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അവരുണ്ടായാലോ അവരെ നാട്ടിനെ വിളിച്ച, അവർ ജീവിച്ചാലും വിളിച്ചാണ്, മരിച്ചാലും വിളിച്ചാണ്. ലോകത്തിനൊരു പ്രയാസം വന്നാൽ അത് പരിഹരിക്കേണ്ടത് അവരാണ്. ഇനിയും പരിഹരിക്കുന്നത് അവരാണ്. ഇപ്പോൾ വലിയ പ്രയാസ, ലോകാകെ പ്രശ്നത്തിലാണ്. ഈ പ്രശ്നം അടുത്ത കാലത്തൊന്നും പരിഹരിക്കുമെന്ന് ഒരാൾ വിചാരിക്കേണ്ട, സാധ്യതയില്ല. ഞാനൊരു ഗൈബിയായ കാര്യത്തെ പറയല്ല, എന്നാലും അങ്ങനെയാണല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ലോകത്ത് ഇന്ന് കാണുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടുത്ത കാലത്തൊന്നും ഇല്ലാതെയാകുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കേ വേണ്ട. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ തുടരുക തന്നെ ചെയ്യും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ തുടർത്തുക എന്നത് അമേരിക്കൻ താല്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളെ നമുക്ക് പരിഹരിച്ച് തരട്ടെ. പക്ഷേ എന്താ, ആ പ്രതിസന്ധി നിലനിൽക്കും. എന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കും. അതാര് പരിഹരിക്കും? ഇബ്നു ഹസൻ, ഹസന്റെ മകൻ. മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമയുടെ മക്കളിൽപ്പെട്ട ഹസന്റെ ഒരു മകൻ വരുന്നുണ്ട്. ലൗ ലം യബ്ഖ മിന ദുനിയ ഇല്ലാ യൗമൻ ലയുതവ്വിലു അല്ലാഹു ദാലികൽ യൗം വയബ്അസ് റജുലൻ മിൻ അഹ്ലി ബൈതി. ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ആ ദിവസത്തെ അല്ലാഹു നീട്ടും. ആ ദിവസത്തെ അല്ലാഹു നീട്ടും. എന്നിട്ട് എൻ്റെ ആ പുണ്യമോനെ പറഞ്ഞേക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കും. അമേരിക്കയൊക്കെ കൃത്യമായി ഇതിന് പിഴ അടക്കേണ്ടി വരും. പക്ഷെ കുറച്ച് നേരം വൈകും, പക്ഷെ പിഴ അടക്കേണ്ടി വരും. ഇപ്പോൾ കളിക്കുന്ന എല്ലാ കളികൾക്കും ഉറപ്പ് തീർച്ചയായും അവരുടെ കളി അവസാനിക്കും. അനങ്ങാൻ കഴിയില്ല, ഒന്നിനും അനങ്ങാൻ കഴിയില്ല. ആ കുട്ടി വന്നാൽ പിന്നെ ഒരാൾക്ക് അനങ്ങാൻ കഴിയില്ല, ഒന്നിനും കഴിയൂല. ഒരു ശബ്ദം ഒരാൾക്ക് അനങ്ങാൻ കഴിയൂല. ആ കുട്ടി വന്നാൽ ആ കുട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കും ലോകം. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഫാത്തിമ ബീവിക്കൊരു പൊന്നുമോനിനി വരാനുണ്ട്. ആ മകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വർക്ക് ചെയ്യൂല. ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി അല്ലാതെ ഒന്നും വർക്ക് ചെയ്യൂല. ഒരു വിമാനം പറക്കണമെങ്കിൽ ആ കുട്ടി വിചാരിക്കേണ്ടി വരും. അതാണ് സയ്യിദുന ഇമാമുൽ മഹ്ദി അൽ മുൻതളർ. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ.
ഒന്നും നടക്കൂല. അത് മുഴുവനും അവരാ കാലഘട്ടത്തിൻ്റെ ഒരാളായിരിക്കും. അവർ വിചാരിച്ചതല്ലാതെ നടക്കൂല. അവർക്കൊരു ആയുധവും വേണ്ട. അവരുടെ കയ്യിൽ ഈ ആളെ പറ്റി പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫാത്തിമ ബീവിക്കൊരു പൊന്നുമോൻ ലോകാവസാനം വരും. ഹസൻ പരമ്പരയിൽ 2 പരമ്പരയാണ്, ഹസനിയുമുണ്ട് ഹുസൈനിയുമുണ്ട്. ഹസനി പരമ്പരയിൽ ഒരു ആൺകുട്ടി ലോകാവസാനിക്കുന്നതിന്റെ വളരെ അടുത്ത് വന്നേ മതിയാവും. ആ പൊന്നുമോൻ വന്നാൽ എല്ലാം ശരിയാവും. ആ പൊന്നുമോൻ വന്നാൽ ഒരാൾ കനങ്ങ കഴിയില്ല. ആ കുട്ടി പറയാതെ അത് വരാതിരിക്കേയില്ല, വന്നേ തീരും. വന്നാലോ ലോകം മുഴുവനും തല താഴ്ത്തി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമാ സിലാഹുഹു യാ റസൂലല്ലാഹ്, ഈ ആളുടെ ആയുധം എന്തായിരിക്കും? ഫഖാല, അപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്നും ഉണ്ടാവില്ല. ഒന്നും വേണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ഒരു മന്ത്രം ആ കുട്ടിയുടെ നാവിലുണ്ടോ? എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇമാം മഹ്ദി വന്നാൽ ഒരു വിമാനം ഉയരൂല, ഒരു വിമാനം പൊങ്ങൂല, ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. അതൊക്കെ നിങ്ങൾ എങ്ങനെ പറയും? അങ്ങനെ ആരും ചോദിക്കരുത്. അത് അറിയാം, റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വരൂ, ഒന്നും വർക്ക് ചെയ്യൂല. ആ കുട്ടി പറയാതെ ഒന്നും വർക്ക് ചെയ്യൂല. ആ കുട്ടി വന്നേ തീരൂ. ആ കുട്ടി വന്നാലോ എല്ലാം തലതാഴ്ച. എന്താ ആയുധം? എന്താ? അപ്പോൾ സുബ്ഹാനല്ലാഹി അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ. സുബ്ഹാന. ഒന്നുമില്ല. ബീരങ്കിയുണ്ടോ? ഇല്ല. സൂപ്പർ സോണിക് സൗകര്യങ്ങളുണ്ടോ? ഇല്ല. വലിയ ബോംബുണ്ടോ? ഇല്ല. ഒന്നുമില്ല. എന്താ കുട്ടിക്കുള്ളത്? അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ മിൻ ഔലാദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. മിൻ ഔലാദി ഫാത്തിമ. ഫാത്തിമ ബീവിയുടെ പൊന്നുമോൻ വന്നു കഴിഞ്ഞാൽ ആയുധം, അതിൻ്റെ മേലെ ഒരാൾക്ക് ആയുധം വെക്കാൻ കഴിയില്ല. എന്താ ആയുധം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അഅസ്സല്ലാഹു ബിഹിൽ ഇസ്ലാം. ഈ വ്യക്തിയെ കൊണ്ട് ഇസ്ലാമിനെ അല്ലാഹു യോഗ്യമാക്കും. അനങ്ങ കഴിയില്ല. അന്നൊരു ട്രംപും ഉണ്ടാവില്ല, ഒരു കുറുമ്പും ഉണ്ടാവില്ല. ഒന്നും അനങ്ങാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. എന്നാ ഈ കുട്ടി ബീരങ്ങി കൊണ്ടുവരാണോ? ഇല്ല. ആ കുട്ടിക്ക് ഒരു സാധനമേ ഉള്ളൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ ചുണ്ടിന് വഴിപ്പെടാതിരിക്കാൻ ഈ പ്രകൃതിക്ക് കഴിയില്ല. മലഅൽ അർള അദ്ലാ. ഭൂമിയിൽ ആ പൊന്നുമോൻ നീതി നിറക്കും. എന്തിനാ നീതി? നീതിക്ക് വേണ്ടിയാണ് ഖുർആൻ വന്നത്. ഖുർആൻ നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന വേദഗ്രന്ഥമല്ല. ഖുർആന്റെ ലക്ഷ്യം നീതിയാണ്. തൗറാത്തിന്റെ ലക്ഷ്യം നീതിയാണ്. നിസ്കാരം നടന്നതുകൊണ്ട് ദീനുണ്ടാവില്ല, പള്ളി ഉണ്ടായതുകൊണ്ട് ദീനുണ്ടാവില്ല. ദീനുണ്ടെങ്കിൽ പള്ളി ഉണ്ടാവുന്നേ ഉള്ളൂ, പള്ളി ഉണ്ടായതുകൊണ്ട് ദീനുണ്ടാവില്ല. രണ്ടാണ്. തല കൊടുത്തിട്ട് ചിന്തിക്കണം. ദീനുണ്ടെങ്കിൽ പള്ളിയും ഉണ്ടാവും, പള്ളി ഉണ്ടായതുകൊണ്ട് ദീനുണ്ടാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? രണ്ടാണ്. ദീനുണ്ടെങ്കിൽ പള്ളിയും ഉണ്ടാവും, പള്ളി ഉണ്ടായതുകൊണ്ട് ദീനുണ്ടാവില്ല. ദീൻ വേറെ, പള്ളി വേറെ. പള്ളി ഉണ്ടാവുമ്പോൾ കള്ളന്മാരും ഉണ്ടാവും. ഏത് കള്ളനും വെൽസാം പള്ളിനുള്ളിൽ, നല്ലവനും വെൽസാം, കള്ളനും വെൽസാം. ദീൻ എന്നത് പള്ളി, ദീൻ ഉണ്ടെങ്കിൽ പള്ളി ഉണ്ടാവും, പള്ളി ഉണ്ടായത് കൊണ്ട് ദീനുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. പുണ്യ റസൂൽ. എന്താ അങ്ങനെ മൂല്യങ്ങൾ പറയുന്നത്?
لا إله إلا الله اللهم رب هذه الدعوة الصلاة القائمة آت محمدا الوسيلة وبعثه مقام محمودا الذي وعدته ورزقنا شفاعته. بسم الله الرحمن الرحيم. الله لا إله إلا هو لا تأخذه سنة ولا نوم له ما في السماوات من ذا الذي يشفع عنده إلا بإذنه ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കണം. നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല, നീട്ടി ഞാൻ പ്രസംഗിക്കൂല, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ സന്തോഷകരമായി വന്നതാണ്. കാരണം ഇത് അഹ്ലു ബൈത്ത് ക്ഷണിക്കുമ്പോൾ അവർ വരല് എൻ്റെ ഒരു കടമയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാഹു അവരുടെ കാലിൻ്റെ ചോട്ട് ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇത് തമാശ പറയല്ല. പള്ളി ഉണ്ടാകും, പക്ഷെ ദീനില്ലാത്തൊരു കാലം വരും. പുണ്യ റസൂൽ ലോകാവസാനത്തെ പറ്റി പറഞ്ഞ ഹദീസിൽ മസാജിദുഹും ആമിറ, വലിയ 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 കനകുംഭങ്ങളായ പള്ളികളുണ്ടാവും. പക്ഷേ വഹിയ, ആ പള്ളികൾ ഖറാബുൻ അനിൽ ഹുദ, ഹിദായത്തില്ലാത്ത സ്ഥലങ്ങളായിരിക്കും. ഹിദായത്ത് എന്താണ്? ദീന്. പള്ളി ഉണ്ടാവും, എന്തുണ്ടാവില്ല? ദീനുണ്ടാവില്ല. മസാജിദുഹും ആമിറ, പള്ളി ഉണ്ടാവും, വലിയ വലിയ പള്ളി ഉണ്ടാവും. പക്ഷേ വഹിയ ഖറാബുൻ അനിൽ ഹുദ, ഹിദായത്ത് ഉണ്ടാവും. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, അവരുടെ കാലത്തെ പണ്ഡിതന്മാർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇതൊക്കെ ഉണ്ടാവും. ദീനുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? ദീനുണ്ടാവുക എന്ന് പറഞ്ഞാൽ നീതി ഉണ്ടാവുകയാണ്. ദീനുണ്ടാവുക എന്നാൽ നീതി ഉണ്ടാകലാണ്. നിസ്കാരം ഉണ്ടാകൽ നീതി ഉണ്ടാകലല്ല, ദീനുണ്ടാകലല്ല. നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിലെ അവസാനത്തെ ആയത്ത് നിസ്കാരക്കാർക്ക് നരകമാണ്. അവസാനത്തെ ആയത്ത് അതിൻ്റെ അർത്ഥം നിസ്കാരം മോശമെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നിസ്കരിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടോളണം എന്നൊന്നും ഇല്ല. ഖുർആനിലെ അവസാനത്തെ ആയത്ത് നിസ്കാരത്തെ പറ്റി അതാണ്. പിന്നെ ഒരായത്തുണ്ട് നിസ്കാരത്തെ പറ്റി, പക്ഷെ അത് സാധാരണ നിസ്കാരമല്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക, അത് സുന്നത്ത് നിസ്കാരമാണ്. അതിന് 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും വേറെ നിസ്കാരമാണ്. വൻഹർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിസ്കരിക്കുക, അറക്കുക. അതേതാ? നിസ്കരിച്ചിട്ട് ബലിയെടുക്കണ നിസ്കാരം ഏതാ? ബലിയെടുന്നാള്. അത് സുന്നത്തുമാണ്, ഫർദും അല്ല. അപ്പോൾ ഖുർആനിൽ സാധാരണ കൈഫിയത്തിലുള്ള നിസ്കാരത്തെ പറ്റി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, പല നിസ്കാരക്കാർക്കും വൈലാണ്, നാശാണ്, നരകാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ദീന്? ദീൻ എന്നാൽ നീതിയാണ്. നീതി ഉണ്ടെങ്കിൽ ദീനുണ്ടാവും, നീതിയില്ലേ ദീനുണ്ടാവില്ല. ഖുർആൻ എന്നാൽ നീതിയുടെ കിതാബാണ്, നിസ്കാരത്തിന്റെ കിതാബല്ല. നിസ്കാരം അതിലുണ്ട് എന്നേ ഉള്ളൂ. തൗറാത്ത് എന്തിനാ വന്നത്? നീതി. സബൂർ എന്തിനാ വന്നത്? നീതി. ഇഞ്ചീൽ എന്തിനാ വന്നത്? നീതി. ഖുർആൻ എന്തിനാ വന്നത്? നീതി. തൗറാത്ത് നിസ്കാരല്ലേ? ഉണ്ട്, പക്ഷെ തൗറാത്ത് നിസ്കാരത്തിന് വേണ്ടി വന്ന ദീനല്ല, കിതാബല്ല. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. لقد أرسلنا رسلا, തല തുറന്ന് കേൾക്കണം, തല തുറന്ന് ചിന്തിക്കണം. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം. ഇതൊന്നും ഒരു വിടുവായത്തരം പറയല്ല. തെളിവില്ലാത്ത ഒരക്ഷരം ഈ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ദീൻ? എന്തിനാണ് ഖുർആൻ വന്നത്? ലഖദ് അർസൽനാ, നാം അയച്ചു, റുസുലനാ, നമ്മുടെ ദൂതന്മാരെ, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടയച്ചു. വഅൻസൽനാ, അവരുടെ
കൂടെ നാം മഅഹും അവരുടെ കൂടെ നാം ഇറക്കി അൽ കിതാബ ഗ്രന്ഥത്തെയും വൽ മീസാന ത്രാസിനെയും. അൻസൽന മഅഹും ലഖദ് അർസൽന, ഒന്നും കൂടെ ആയത്ത് പറയാ. ലഖദ് അർസൽന, നാം അയച്ചു, റുസുലന, നമ്മുടെ മുർസലുകളെ, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടയച്ചു. വ അൻസൽന, നാം ഇറക്കി, മഅഹും, ആ മുർസലുകളുടെ കൂടെ നാം ഇറക്കി, അൽ കിതാബ, കിതാബിനെ, ഖുർആനി, സബൂർ, ഇൻജീൽ ഇതൊക്കെ ഇറക്കി. വൽ മീസാന, ത്രാസിനെയും. അപ്പോൾ നാം അവരുടെ കൂടെ ഇറക്കിയത് രണ്ടെണ്ണം. എന്ത്? ഒന്ന് കിതാബും ഒന്ന് ത്രാസും. ഏത് നബിയാണ് ത്രാസും കൊണ്ടുവന്നത്? നബിമാരൊക്കെ എന്താ? ആഖിരി കച്ചവടം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്കണം. എന്താണ് ഈ പറയുന്നത്? ചിന്തിക്കണം. മനുഷ്യന്മാർ ചിന്തിക്കില്ല. മനുഷ്യന്മാർ നിസ്കരിക്കും, പോപ്പായും. എന്താണ് ദീനെന്ന് മനുഷ്യന്മാർക്കറിയില്ല. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ, നാം മുർസലുകൾ കൂടെ നാം ഇറക്കി അൽ കിതാബ, കിതാബിനിറക്കി, വൽ മീസാന, ത്രാസിനെയും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? കിതാബിൻ്റെ സോൾ, കിതാബിൻ്റെ എസൻസ്, കിതാബിൻ്റെ ആത്മാവെന്നാൽ നീതിയാണ്. ത്രാസ് എന്നത് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ? നീതിയുടെ. യഖൂമന്നാസു ബിൽ ഖിസ്തി, എന്തിനാണ് നാം വേദഗ്രന്ഥം ഇറക്കിയത്? ജനങ്ങൾ നീതിയോടെ ജീവിക്കാൻ. അപ്പോൾ കിതാബ് വന്നത് എന്തിനാണ്? നിസ്കാരത്തിനല്ല. എന്തിനാണ്? പറ. നീതിക്കാണ്. നീതി സ്റ്റോറല്ല, നീതി സ്റ്റോർ. അതിപ്പോൾ എല്ലാ അങ്ങാടിയിലുണ്ട് നീതി സ്റ്റോർ. നീതി സ്റ്റോറുണ്ടായതുകൊണ്ട് നീതി ഉണ്ടാവില്ല. നീതിന്യായ വകുപ്പുണ്ടായതുകൊണ്ട് നീതി ഉണ്ടാവില്ല. ദീനുണ്ടെങ്കിൽ നീതി ഉണ്ടാവും. ദീനില്ലേ നീതി ഉണ്ടാവില്ല. നീതിയില്ലേ ദീനില്ല. നീതിയില്ലേ ദീനില്ല. നീതി ഉണ്ടോ ദീനുണ്ട്. എന്തിനാണ് കിതാബ് വന്നത്? നീതിക്ക്. എന്താ ഞാൻ ഈ വാക്ക് ഇവിടെ പറയാനുള്ള കാരണം? ഇനി ഒരാൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്, മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു. എന്താണ് ആ മനുഷ്യൻ ചെയ്യുക? ആ മനുഷ്യൻ മല അൽ അർള അദ്ലൻ, ഭൂമിയിൽ നീതി നിറക്കും. അതായത് ദീൻ നിറക്കും. ദീൻ എന്നാൽ നീതിയാണ്. മനുഷ്യർക്ക് വേണ്ടത് തിന്നാനും കുടിക്കാനല്ല, മനുഷ്യർക്ക് വേണ്ടത് നീതിയാണ്. ലോകാവസാനം വരുമ്പോൾ നീതി കിട്ടൂല, നീതി ഉണ്ടാവില്ല. നീതി എന്ന സംഭവം ഉണ്ടാവില്ല. എവിടെയും നീതി, ഒന്നിൽ നീതി ഉണ്ടാവില്ല. ഒന്നിൽ പള്ളി ഉണ്ടാവും, നീതി ഉണ്ടാവില്ല. മദ്രസ ഉണ്ടാവും, നീതി ഉണ്ടാവില്ല. പണ്ഡിതനുണ്ടാവും, നീതി ഉണ്ടാവില്ല. ആരുണ്ടാവും, നീതി ഉണ്ടാവില്ല. മനുഷ്യർക്ക് നീതി കിട്ടൂല. ജനങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. മുന്നിൽ ഗുരുവാകുമ്പോൾ ഗുരുവിനെ ആക്രമിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അർജുനൻ വില്ല് കൊലക്കാൻ മടിച്ചു. തേരിൽ കൃഷ്ണനുണ്ട്, അർജുനുണ്ട്. ഞാൻ കുരുക്ഷേത്രം പറയുക. ഞാൻ ഇത്തരം ഒരു കൺസെപ്റ്റ് അപ്പുറത്ത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് അപ്പുറത്ത് ദുര്യോധനൻ്റെ സംഘത്തിൽ ദ്രോണനുണ്ട്. ദ്രോണൻ അർജുനൻ്റെ ഗുരുവാണ്. അപ്പോൾ എതിർപക്ഷത്തോട് അമ്പ് കൊലക്കാൻ വേണ്ടി കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. തേര് തെളിക്കുന്നത് ഞാൻ ഹൈന്ദവ കൺസെപ്റ്റിൽ പറയാം, ചിന്തിക്കണം. അപ്പോൾ അവിടെ വില്ല് കൊടുക്കാൻ അർജുനൻ മടിച്ചു. എന്തുകൊണ്ട്? ഗുരുവായ കൃഷ്ണനാണ് മുന്നിൽ. അപ്പോൾ കൃഷ്ണൻ, ഗുരുവായ ദ്രോണനാണ് മുന്നിൽ. അപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു അർജുനനെ. അതാണ് ഗീത. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം
ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത് പറഞ്ഞു തുടങ്ങാം. ഇതാണ് ഗീതോപദേശം. ഗീത എന്നതാണ് സത്യത്തിൽ ഹൈന്ദവ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്, ഗീത. ഗീതയുടെ ഗീതോപദേശം നീതിയുടെ ഉപദേശം. അവിടെ ഗുരുവെന്നോ മറ്റാരെന്നോ നോക്കരുത്. എന്തുകൊണ്ട്? നീതിയാണ് പ്രധാനം. എപ്പോൾ നീതി ഇല്ലയോ അപ്പോൾ നീതി ഉണ്ടാക്കണം. നീതിയാണ് കടമ. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അനീതിയാണ്. ഈ അനീതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കൂല. അനീതി അനീതിയായി തുടരും. നിലവിൽ ഇറാൻ പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും ഇറാൻ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഇറാൻ ഈ യുദ്ധത്തിൽ തോറ്റിരിക്കും. ഇറാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും. ഒരുപക്ഷെ ഇറാൻ തന്നെ ചേരുംപടി ചേർക്കപ്പെട്ടേക്കാം. അതിനാണ് കൂടുതൽ സാധ്യത. ഈ യുദ്ധം ഇന്നോ നാളെയോ അവസാനിക്കുകയുമില്ല. അവസാനിക്കാതിരിക്കുക എന്നത് പടിഞ്ഞാറിൻ്റെ താല്പര്യമാണ്. എന്തുകൊണ്ട്? കത്തോലിക്കക്കാർക്ക് എപ്രകാരമാണോ പോപ്പ്, അപ്രകാരമാണ് ഷിയാക്കൾക്ക് അവരുടെ ആത്മീയ നേതാവ്. തൻ്റെ ബംഗ്ലാവിൽ താമസിക്കുന്ന സാധുവായ ഒരു മനുഷ്യനെ കൊല്ലേണ്ട യാതൊരു ആവശ്യവും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇല്ല. പക്ഷെ അതെന്തിനാണ് അമേരിക്ക ചെയ്തത്? ഈ ശത്രുത പശ്ചിമേഷ്യയിൽ അവസാനിക്കാൻ പാടില്ല. ഒരിക്കലും സുന്നികളും ഷിയാക്കളും ഒന്നാകാൻ പാടില്ല. സുന്നികളും ഷിയാക്കളും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിൽ ഒരു മൂന്നാമത്തെ ആൾക്ക് മുതലെടുക്കാൻ പറ്റൂല. അപ്പോൾ വലിയ അനീതി ചെയ്തു. അൻസിലിന്നാസ മനാസിലഹും, ആരാണെങ്കിലും അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അക്രിമു കരീമൽ ഖൗമി, ഒരു ജനത്തിന്റെ നേതാവിനെ ബഹുമാനിച്ചേ മതിയാകൂ. മുഹമ്മദ് മുസ്തഫ അവർ ഷിയാക്കളാണ്, എന്നാൽ അവർ നേതാവിനെ ബഹുമാനിക്കണം. ഇതെല്ലാം ബേസിക് പ്രിൻസിപ്പിളാണ്. ഒരു യുദ്ധത്തിൽ ഒരു ആത്മീയ നേതാവിനെ കൊല്ലാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മണ്ഡപത്തിൽ ചില മതങ്ങളുടെ നേതാക്കന്മാർ, ഗുരുക്കന്മാർ, സന്യാസിമാർ ശിർക്ക് ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് മേൽ വാൾ ഉയർത്തരുതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് എത്രമേൽ പ്രധാനമാണോ അത്രമേൽ അവരുടെ സന്യാസിമാർ അവർക്കും പ്രധാനമാണ്. ഒരു ജനത്തിന്റെ ബഹുമാന്യനായ നേതാവിനെ ബഹുമാനിച്ചേ മതിയാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് തകർത്തു. ഈ ശത്രുത അവസാനിക്കാൻ പോകുന്നില്ല. ഈ ശത്രുത നിലനിർത്തും. എന്തിന്? പശ്ചിമേഷ്യയിൽ മുതലെടുക്കണമെങ്കിൽ ഇത് നിലനിർത്തണം. എന്നാൽ ഇതിനൊരു സമാപനം ഉണ്ടാകും. ഒരു ആൺകുട്ടി വരും. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ല ഇമാമുൽ മഹ്ദി. മഹ്ദി വന്ന എന്ത് ചെയ്യും? നീതി നടക്കും. കുറെ പള്ളി മദ്രസ ഉണ്ടാക്കണ്ടേ? നമുക്ക് നീതി നടത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പള്ളി മദ്രസ ഉണ്ടാക്കും. പള്ളി നല്ലതാണ്, മദ്രസ നല്ലതാണ്, പക്ഷെ അതൊന്നുമല്ല ദീൻ. ദീൻ നീതിയാണ്. ദീൻ നീതിയാണ്. നീതിക്കപ്പുറം ഒരു 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 അണുമണി തൂക്കം ദീനുണ്ടാവില്ല. അപ്പോൾ ഭൂമിയിൽ നീതി നിറക്കും ബഹുമാനപ്പെട്ട ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ആർക്കേ അതിന് കഴിയൂ? അത് ഫാത്തിമ ബീവിയുടെ മോനെ കഴിയൂ. അവർക്ക് ദുനിയാ വിഷയമല്ല. അവരുടെ കയ്യിൽ ദുനിയാവ് ഉണ്ടാവില്ല. ഈ കുട്ടികളെ ബാപ്പയാരാ? ഈ രണ്ട് കുട്ടികളെ ബാപ്പയാരാ? അലി അല്ലേ? ഈ രണ്ട് കബീലയുടെയും ബാപ്പയാണ് ആര്? അലി. അലി ആരാ? സിഫറുൽ യദൈൻ, രണ്ട് കയ്യിൽ ഒന്നുമില്ലാത്തവൻ. അപ്പോൾ അഹ്ലു ബൈത്തിന് മുതൽ വിഷയമല്ല. അവർ മുതൽ കൊണ്ട് നാടിനെ കീഴടക്കിയവരുമല്ല. മുതൽ അവർക്ക് ആവശ്യമില്ല. മുതലാളിക്ക് അവർ വഴിപ്പെടാനും പാടില്ല. മുതലാളിക്ക് അവർ വഴിപ്പെട്ടാൽ നീതി ഉണ്ടാവില്ല. അവർ നീതിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. വളരെ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായില്ല? റസൂലുള്ളാഹിക്ക് വേറെ ഒരു മരുമോൻ ഉണ്ടായിരുന്നു. ആര്? സയ്യിദുന പറ. ഉസ്മാൻ. ആരാ ഉസ്മാൻ? മൊലാളി. ഇങ്ങോട്ടൊരു കുട്ടി ഉണ്ടായില്ല. മൊലാളി കുട്ടിയാ? മൊലാളി കുട്ടി അഹ്ലു ബൈത്തായില്ല. മൊലാളി കുട്ടി ഉണ്ടായില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ? എന്തേ? ഹസനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊടുത്തിട്ട് ഹുസൈനെ അലി
താലിബിന് ഇങ്ങോട്ട് കൊടുത്തു അല്ലാഹു തആലക്ക്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? വലിയ മുതലാളിയല്ലേ ആര്? സയ്യിദുനാ ഉസ്മാൻ. 1000 ഒട്ടകപ്പുറത്ത് വന്ന സാധനങ്ങളെല്ലാം നാട്ടുകാർക്ക് ദാനം ചെയ്തു ക്ഷാമകാലത്ത്. സയ്യിദുനാ ഉസ്മാൻ എന്താ മുതലാളി? തവിട്ടിൽ നേടുന്ന മുതലാളി എന്ന് പറഞ്ഞ മുതലാളി. അങ്ങനെ ഒരു മുതലാളി മദീനയിലില്ല. ആജാദി മുതലാളി. മദീന കണ്ട ഏറ്റവും വലിയ ഒരു മുതലാളിയാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ. ആ ഉസ്മാൻ ഹബീബായ റസൂലാണ് 2 പെൺകുട്ടികളെ കെട്ടി. എന്നിട്ടൊരു കുട്ടി ഉണ്ടായില്ല. എന്റെ അഹ്ലു ബൈത്തിന് മുതൽ വിഷയമല്ല, അവർക്ക് മുതലുണ്ടാകേണ്ട ആവശ്യമില്ല. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അലി ബിൻ അബി താലിബിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ ഇൻദക മിൻ ഷൈ? എന്റെ മോളെ ഞാൻ കെട്ടിച്ചേരാം, നിങ്ങളെ കയ്യിൽ മഹർ തരാൻ എന്തെങ്കിലും ഉണ്ടോ? തല തൂക്കിയിട്ടിരുന്നു. എന്തുകൊണ്ട്? മഹർ കൊടുക്കാനുള്ള പൈസ ആരെ കയ്യിലില്ല. അലവേണ കയ്യിൽ ഒന്നുമില്ല. സിഫറുൽ യദൈൻ. 2 കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. 10 പൈസ കയ്യിലുണ്ടാവില്ല. അങ്ങനത്തെ ആളാണ് ആര്? സയ്യിദുനാ അലി. മഹർ കൊടുക്കാൻ പിന്നെ വകുപ്പുണ്ടാക്കി കൊടുത്ത റസൂലുള്ളാഹി. അതായത് ഫാത്തിമ ബി ഒരു മനുഷ്യന് പെണ്ണ് കെട്ടണമെങ്കിൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? പറയും മനുഷ്യന്മാരെ, മഹർ. അതിന് പോലും ഈ കുട്ടികളെ വാപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല, മഹർ കൊടുക്കല്ല. എന്നിട്ട് പിന്നെ അതിനും നബി ഒരു വകുപ്പുണ്ടാക്കി കൊടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാനോ മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി, വമ്പൻ മുതലാളി. എന്നിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന 2 കബീല, ഹസനിയ കബീലയും ഹിസൈനിയ കബീല. അവരെ ബാപ്പയാരാ? സിഫറുൽ യദൈൻ. 2 കൈയും വട്ട പൂജ. ഒന്നുമില്ല. പട്ടിണി കടന്ന് നോമ്പ് നോറ്റതിനെ പറ്റി ഖുർആനിൽ ആയത്തുണ്ട്. അത് അലി ബിൻ അബി ത്വാലിബ. യുത്അമൂന അത്വാമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. അള്ളാഹു അവിടെയൊക്കെ പ്രവേശിക്കാൻ, ആ സ്വർഗീയ ആരാമങ്ങളിൽ അവരോട് കൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അലി ബിൻ അബി ത്വാലിബിനെ പ്രശംസിച്ചാണ് ആയത്ത്. ഭക്ഷണത്തിന് വലിയ കൊതി ഉണ്ടായിട്ടും അലി ബിൻ അബി ത്വാലിബ് ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്ത് പട്ടിണി കടന്ന് നോമ്പനുഷ്ഠിച്ചു. 3 ദിവസം നോമ്പ് പറ്റൂ. 3 ദിവസം നോമ്പറക്കാൻ ഒന്നുമില്ല. ഉണ്ടാക്കും, അത് ദരിദ്രന്മാർ വന്നാൽ അങ്ങോട്ട് കൊടുക്കും. പിന്നെ വീട്ടിലൊന്നുമില്ല. അങ്ങനത്തെ ദരിദ്രനാണ് സയ്യിദുനാ അലി. ഉറക്കെ പറ സയ്യിദുനാ അലി. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരെ ബാപ്പ മതി, അവരെ വല്ലിപ്പ മതി. മുഹമ്മദ് മുസ്തഫ അവർ വല്ലിപ്പയാരാവമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അഹ്ലു ബൈത്ത് വന്നവരിൽ നിന്നൊക്കെ എല്ലാവരും വന്നത് 10 വയസ്സല്ലാതെയാണ്. 10 വയസ്സല്ലാതെ വന്നു. മമ്പാടുണ്ട് തിണ്ടോടിച്ച തങ്ങൾ, തിണ്ടും തങ്ങൾ എന്ന് പറയും. എൻ്റെ വല്യമ്മ തിണ്ടോടിച്ച തങ്ങൾ എന്നാ പറയുക. എന്താ കാരണം? നാട്ടിൽ നിന്ന് ഹദർമൗത്തിലേക്ക് വരുമ്പോൾ വരാൻ കയ്യിൽ പണമില്ല. ഒരു കുതിരക്കാരനോട് ചോദിച്ചു, എന്നെ ഹദർമൗത്തിൽ എത്തിക്കുമോ? അപ്പോൾ കുതിരക്കാരൻ സമ്മതിച്ചില്ല. അതിരാവിലെ, ഒരു ദിവസത്തെ അതിരാവിലെ ചെറുപ്പക്കാരനായ കുട്ടി ഹദർമൗത്തിലേക്ക് പോകണം, തൻ്റെ ഗുരുവിനോട് കൂടെ പോകണം. ആരാ ഗുരു? മൗലദ്ദബീല സയ്യിദ് അലവിയിൽ മമ്പുറമി റളിയല്ലാഹു. ആ ഗുരുവിനോട് കൂടെ മമ്പാട്ട തങ്ങൾക്ക് പോകണം. സീതി തങ്ങൾ പാപ്പ എന്ന് മമ്പാട്ടേർ പറയും, അവർക്ക് പോകണം. അപ്പൊ ഹദർമൗത്തിൽ എത്തിയാൽ ഉസ്താദിന്റെ കൂടെ കേരളത്തിലേക്ക് പോകാം.
ഹലർമൗത്തിലെത്താൻ കയ്യിലൊന്നുമില്ല, വാഹനവും ഇല്ല. അപ്പോൾ ഒരു കുതിരക്കാരനെ കണ്ടു. ആ കുതിരക്കാരനോട് കുട്ടി ചോദിച്ചു, എന്നെയും ഹലർമൗത്തിലേക്ക് കൊണ്ടുപോകുമോ? കുതിരക്കാരൻ ഗൗനിക്കാതെ പോയി. അപ്പോൾ കയ്യിലുള്ള വടി കൊണ്ട് കുട്ടി നിൽക്കുന്ന തിണ്ടിനടിച്ചു. അപ്പോൾ തിണ്ടോടിച്ച തങ്ങൾ തിണ്ടോടി ഹലർമൗത്തിലെത്തി. പിന്നെ കപ്പൽ കയറി വന്നു. അതാണ് മമ്പാട്ട് കിടക്കുന്ന സയ്യിദ് തങ്ങൾ പാപ്പ. അവർ സയ്യിദ് ഫളിലിൻ്റെ ഉസ്താദാണ്. സയ്യിദ് ഫളിൽ മമ്പർത്ത തങ്ങൾ പാപ്പയുടെ പൊന്നുമോനാണ്. റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെയൊക്കെ സയ്യിദ് ഫളിലിനെ നാട് കടത്താൻ വേണ്ടിയാണ് പരപ്പനങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രം. മനസ്സിലായോ? ഇവിടെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ കാരണം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് വിട്ടാൽ പിന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് തിരൂരാ. അപ്പോൾ സയ്യിദ് ഫളിലിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തുമെന്നറിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ കാത്തു നിന്നു, ഒന്ന് കോഴിക്കോടും ഒന്ന് തിരൂരും. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചു പരപ്പനങ്ങാടിയിൽ. എന്നിട്ട് പെട്ടെന്ന് സയ്യിദ് ഫളിലിനെ കയറ്റിവിട്ടു എന്നാണ് ചരിത്രം. മമ്പർത്ത തങ്ങൾ പാപ്പാൻ്റെ മോൻ. അവരുടെ ഉസ്താദാണ് മമ്പാട് സയ്യിദ് തങ്ങൾ. അവർ തിണ്ടോടിച്ച തങ്ങളാണ്. ജമല്ലയിൽ സാദാത്യങ്ങളുടെ വല്ലിപ്പ മഹാനവർകൾ മുസല്ല വിരിച്ചു പോന്നതാണ്. ഇവിടെ വന്ന തങ്ങന്മാരൊക്കെ വന്നത് പൈസ കൊണ്ടല്ല. വലിയ തങ്ങൾ കിടക്കുന്നുണ്ട് ഖാജ. ബഹുമാനപ്പെട്ടവർ ദുആയിൽ പ്രത്യേകിച്ച് അവരുടെ മഹത്വം പറഞ്ഞ് ദുആയിൽ ഉൾപ്പെടുത്തി. എനിക്ക് വലിയ സന്തോഷമായി. ബഹുമാനപ്പെട്ട അൽ ഹസനുൽ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, അള്ളാഹുവിനെ ദർജ വെച്ച് കൊടുക്കട്ടെ. അവർ അജ്മീർ കിടക്കുന്നുണ്ട്. ഒരു ഉറുപ്പിക, ഒരു ഫിൽസ്, ഒരു ദിർഹം കയ്യിലില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ. പിന്നെ എന്തേലും ഇവിടെ വന്നിട്ട് കൊടുത്തു. എൻ്റെ അള്ളാഹുവിനെ കയ്യിലോട്ട് കൊടുത്തു. വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും. 100 കണക്കിന് ആളുകൾ ദിവസേന അവരെ താമസ സ്ഥലത്ത് വരും. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അതുകൊണ്ട് പാവപ്പെട്ടവർ കൂട്ടിയത് കൊണ്ട് ഖാജാക്ക് ഖാജ ഗരീബ് നവാസ് എന്ന് പേര് കിട്ടി. ഖാജ ഗരീബ്, പാവപ്പെട്ടവന്റെ സുൽത്താൻ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? കുഴങ്ങിയോ വന്നാൽ അവിടെ ഭക്ഷണം കിട്ടും, പൈസയും കിട്ടും. ഇങ്ങനെ എടുത്തു കൊടുക്കും. അവർക്ക് പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. തങ്ങന്മാർക്ക് പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. ഈ ദുനിയാവ് മുഴുവനും അവരെ വല്യാപ്പാൻ്റെ കാലിൻ്റെ ചുവട്ടിൽ അള്ളാഹ് അങ്ങനെ അമർത്തി വെച്ചതാണ്. പൈസക്കാർ അവരെ അടിമകളാക്കാൻ നോക്കും. 2 കൂട്ടർ ജനങ്ങളെ അടിമകളാക്കും. ഒന്ന് ഭരിക്കുന്നവരും, ഒന്ന് അധികാരികളും, ഒന്ന് പണക്കാരും. ഈ 2 കൂട്ടരും എല്ലാം നല്ലതിൻ്റെ മേലെ കയറിയിരിക്കാൻ നോക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്തിക്കണ്ണി മരത്തിൽ കയറിയതുപോലെ പിന്നെ മരം ഉണ്ടാവില്ല, ഇത്തിക്കണ്ണി മാത്രമേ ഉണ്ടാവൂ. ഈ 2 കൂട്ടർക്കും അനങ്ങാൻ പറ്റൂല മഹദി വന്നാൽ. കാരണം ഈ 2 കൂട്ടർക്കും അധികാരം ഉണ്ടായാൽ നീതി ഉണ്ടാവും. വളരെ എന്തുകൊണ്ടാണ് അഹ്ലുബൈത്തായത്? അഹ്ലുബൈത്ത് നീതിയുടെ കൂടെ നിലകൊണ്ടു. ചിന്തിക്ക്. അമവി ഖലീഫമാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലുബൈത്തിന്. എന്തേ? അഹ്ലുബൈത്ത് നീതിയുടെ കൂടെ നിന്നു. പിന്നെ അമവികൾ പോയപ്പോൾ അബ്ബാസികൾ വന്നു. അബ്ബാസികൾ ആരെയാ ഉപദ്രവിച്ചത്? അഹ്ലുബൈത്തിനെ. ലോക ചരിത്രത്തിലെ ഭരണാധികാരികളെല്ലാം ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലുബൈത്തിനെ. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാരെ ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലുബൈത്തിനെ. എന്തേ? അഹ്ലുബൈത്ത് എന്തിന്റെ കൂടെ നിന്നു? നീ അങ്ങനെ പറ. നീതി തല കൊടുത്ത് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മൂസൽ കാളിം റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞാണ് സയ്യിദുനാ മൂസൽ കാളിം. 2 കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി നിർത്തി നടക്കണം. ഞാൻ നടന്നോനാ. മൂസൽ കാളിമിൻ്റെ മക്ബറയിലേക്ക് വണ്ടി പോവില്ല. 2 കിലോമീറ്റർ ഇപ്പുറം. തങ്ങളെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. 2 കിലോമീറ്റർ ഇപ്പുറം വണ്ടി നിർത്തി നടക്കണം. മൂസൽ കാളിമിൻ്റെ ഈ ആളാരാ? കൊന്നിട്ട് അബ്ബാസി ഖലീഫമാർ ടൈഗ്രീസ് നദിയുടെ പാലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടേറ്റു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ പാലത്തിൻ്റെ ഏരിയ മുഴുവൻ കസ്തൂരി വാസനിക്ക്. ആരാ എന്നത് ചെയ്തത്? ഹാറൂൺ റഷീദിന്റെ കാലത്ത്. ഹാറൂൺ റഷീദ് ചരിത്രത്തിൽ വലിയ ആളായി പരിഗണിക്കപ്പെടുന്ന ആളാ ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദിന്റെ കാലത്താണ് മൂസൽ കാളിമിനെ കൊന്നത്. പിറ്റേന്ന് നേരം കസ്തൂരി വാസനിക്ക പാലത്തിന്റെ അടിയിൽ നിന്ന്.
എന്താ മനസ്സിലാവണില്ല? പിറ്റേന്നും മനസ്സിലായില്ലേ? പിന്നെയാണ് പാലത്തിന്റെ അടിയിൽ ഇറങ്ങി പരിശോധിച്ചപ്പോൾ എന്താ സംഭവം? ഒരു രോമക്കുത്തിന് മാറ്റം പറ്റിയിട്ടില്ല. ഇപ്പോൾ മരിച്ചതുപോലുണ്ട്. ആര്? മഹാനായ മുസൽ കാളിം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നാവ് എന്തിനാ? സയ്യിദുനാ മുസൽ കാളിം കൊന്നു. ആര് കൊന്നു? മുസ്ലിം ചക്രവർത്തിമാർ കൊന്നു. ഒക്കെ കൊന്നത് നമ്മളാണ്. ഒന്നും മറ്റവരെ പറയണ്ട, പുറത്തു പറയണ്ട. എന്റെ ഭരണാധികാരികൾ കൊല്ലും, രാഷ്ട്രീയക്കാർ കൊല്ലും, മുതലാളിമാർ കൊല്ലും. ആരെ കൊല്ലും? നീതിയുള്ളവരെ കൊല്ലും. കാരണം അവർക്ക് നീതി ഇഷ്ടമുണ്ടാവില്ല. ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്ക്. അവിടെ ഭക്ഷണത്തിന് തിരക്കരുതെന്ന് എൻ്റെ തങ്ങന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങന്മാരെന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ട്. ആയിരക്കണക്കിന് പാക്ക് എല്ലാവർക്കും ഇവിടെ കൊടുത്താലും ഭക്ഷണം ബാക്കിയുണ്ടാവും. ഭക്ഷണം കിട്ടൂല എന്നാരും വിചാരിക്കേണ്ട. ഭക്ഷണത്തിന് തിരക്കരുത് എന്ന് തങ്ങന്മാർ നേരത്തെ എന്നോട് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടരുത്. ഭക്ഷണം ഇവിടെ എല്ലാവർക്കും കൊടുത്താലും ബാക്കിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. തങ്ങന്മാരോട് ഞാൻ വളരെ താഴ്മയായി പറയാം, തങ്ങന്മാരെ ഇത്തിക്കണ്ണി പിടിച്ചടക്കണത് തങ്ങന്മാർ നോക്കണം. ഇത്തിക്കണ്ണി കയറും. ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണ്. ഒന്ന് പണം, ഒന്ന് രാഷ്ട്രീയം. അത് രണ്ടും പിടിച്ചടക്കും. പിടിച്ചടക്കി അനങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, മൂസൽ കാളിമിനെ കൊന്നു. ആര് കൊന്നു? അബ്ബാസികൾ കൊന്നു. ആരാണവര്? പറഞ്ഞ വലിയ കൂട്ടര്. പക്ഷേ മൂസൽ കാളിമിനെ സഹിക്കാൻ കഴിയില്ല. നീതിയാ, അനങ്ങാൻ പറ്റൂല. അവസാനം രഹസ്യമായി കൊന്നിട്ട് ടൈഗ്രീസ് നദിന്റെ അടിയിൽ കൊണ്ട് പേക്കാക്കി. പിന്നെ മുസ്ലിം ജനാവലി കണ്ടെടുത്ത് മറവ് ചെയ്തു. ഇന്ന് ആ കൊന്ന ചക്രവർത്തിമാർ എവിടെ മരിച്ചടക്കണമെന്ന് ആർക്കും അറിയില്ല. ഹാറൂൻ റഷീദ് എവിടെ കിടക്കണം തന്നെ അറിയില്ല. ബഗ്ദാദിലുണ്ട്, പക്ഷെ എവിടെയെന്ന് ആർക്കും അറിയില്ല. മൂസൽ കാളിമിൻ്റെ മക്കബറയിൽ പോകണമെങ്കിൽ മൂസൽ കാളിമിൻ്റെ മക്കബറയിൽ ചെന്നാൽ ഒരു സമയത്ത് ചുരുങ്ങിയതൊരു 5 ലക്ഷം ആളുണ്ടാവും. ചുരുങ്ങിയത് ഒരു മനസ്സിലായില്ല. 24 മണിക്കൂർ സിയാർത്ത. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു കൊല്ലത്തല്ല, നിങ്ങൾ ഇപ്പോൾ മൂസൽ കാളിമിൻ്റെ മക്കബറയിൽ പോയാൽ ഇപ്പോൾ അവിടെ 5 ലക്ഷം ആളുണ്ടാവും. രാത്രി 12 മണിക്കാലും 5 ലക്ഷം ആളുണ്ടാവും. ചുരുങ്ങിയത് അങ്ങോട്ട് കിടക്കുന്നുണ്ടാവും. ലക്ഷക്കണക്കായ ആളുകൾ കിടക്കുന്നുണ്ടാവും, സിയാറത്ത് ഉണ്ടാവും, ഖുർആൻ ഓതുണ്ടാവും. അത്ഭുതമാണ്. ഈ മനുഷ്യൻ അഹ്ലു ബൈത്തിന്റെ നേതാവാ. അതായത് വല്യാപ്പ. ആരുടെ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വല്യാപ്പ. മൂസൽ കാളിം ഇവരൊക്കെ വല്യാപ്പ, നിങ്ങളൊക്കെ വല്യാപ്പ. എന്നിട്ട് അക്കാലത്തെ ഭരണാധികാരി സുന്നിയാണ്. ഹാറൂൻ റഷീദ് സുന്നിയല്ലേ? ഹാറൂൻ റഷീദിന്റെ കുടുംബം അത് ചെയ്ത്. ഇവരൊക്കെ സുന്നികളാണ്, ജൂതന്മാരൊന്നും അല്ല. പക്ഷെ ആരെ സഹിക്കൂല? മൂസൽ കാളിമിനെ സഹിക്കൂല. എന്തുകൊണ്ട്? വിടൂല, അനങ്ങാൻ വിടൂല. കൊന്നു, പാക്ക് ചെയ്തു. ടൈഗ്രീസ് നദിയുടെ ചുവട്ടിലാണ് മൂസൽ കാളിമിനെ കൊന്നിട്ട് പിന്നെ കൊണ്ട് മറവിൽ മുസ്ലിമീങ്ങൾ. ഇന്നോ ആ കൊന്ന ഭരണാധികാരികൾ എവിടെയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് ഇന്ന് ഗൂഗിൾ അടിച്ചാൽ പോലും കിട്ടൂല. ഞാൻ പലവട്ടം ബഗ്ദാദിൽ പോയിട്ടുണ്ട്. ബഗ്ദാദിൽ എവിടെയെങ്കിലും ഹാറൂൻ റഷീദ് പറയാൻ കണ്ടിട്ടില്ല. ഞാൻ ഹാറൂൻ റഷീദ് മോശമെന്ന് പറയല്ല, ഹാറൂൻ റഷീദിന്റെ കുടുംബം അത് ചെയ്ത്. പക്ഷെ മൂസൽ കാളിമിന്റെ മക്ബറയിൽ പോകണമെങ്കിൽ 2 കിലോമീറ്റർ വാഹനം നിർത്തിയിട്ട് നടക്കണം. എന്ത്? അവിടത്തേക്ക് വാഹനം എത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞ സദാസമയം ഒരു നേരത്തെ തന്നെ 5 ലക്ഷം 6 ലക്ഷം ഉള്ളടുത്ത് വാഹനം കൊണ്ടുവന്ന എന്ത് ചെയ്യാൻ പറ്റും? അലി ബിൻ അബി താലിബിന്റെ മക്ബറ അല്ല ഈ പറഞ്ഞത്. ആരുടെ മക്ബറയാണ്? മൂസൽ കാളിം. ലോകത്തിന് ആ മനുഷ്യനെ മറക്കാൻ കഴിയില്ല. കാരണം ആ മനുഷ്യൻ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? നീതി. അപ്പോൾ ആ ഹിദമത്ത് നിലകൊള്ളേണ്ടത് നീതി. ഒരു പണത്തിന്റെ ആവശ്യമല്ല. അവർ മുതലാളിമാരെ പേടിക്കും വേണ്ട. എന്റെ മുതലാളി എന്താണ് മുതലാളിന്റെ കയ്യിലുള്ളത്? മുതലാളിന്റെ കയ്യിൽ എന്താ ഉള്ളത്? പണം എന്തിനാ പറ്റിയ?
തിന്നാൻ പറ്റും. പണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പണത്തിന്റെ ലാഭം എന്താ? കക്കൂസ്. പണം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ എന്താ? നൂറുൽ മുഹമ്മദി. ഓല കയ്യിൽ പ്രകാശം തിന്നണ സാധനം ഇവിടെ നിറഞ്ഞു കിടക്കണ ആള്. അത് ആദം നബിയുടെ നെറ്റിത്തടത്തിൽ കണ്ടപ്പോ സുജൂദൻ വീണു. ആര്? ആദം നബി അല്ല, മനുഷ്യന്മാരെ വീണത്. എന്തൊരു മനുഷ്യന്മാരാണ്! താനൊരു കാര്യം നിങ്ങൾ എന്നെ പറയിപ്പിക്കല്ലേ, മനസ്സിലായില്ല? ആദം നബിയുടെ നെറ്റിത്തടത്തിൽ ആ പ്രകാശം കണ്ടപ്പോൾ വീണു സയ്യിദുനാ ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ. ഇവരെ വല്യാപ്പാന്റെ നെറ്റിത്തടത്തിൽ ഇവരെ വല്യാപ്പാന്റെ പ്രകാശം കണ്ടു. എവിടെ? അലാ ജബഹത്തി ആദം, ആദമിന്റെ നെറ്റിത്തടത്തിൽ സയ്യിദുനാ ജിബ്രീൽ. നോക്കുമ്പോ പ്രകാശം. ആരുടെ പ്രകാശം? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇവരെ വല്യാപ്പാന്റെ പ്രകാശമുണ്ട്. എവിടെ? ആദം നബിയുടെ. വീണു. ഒരുത്തം വീണില്ല, പുറത്താക്കി. പോടാ. ഇന്നും തിരിച്ചെടുത്തില്ല, തിരിച്ചെടുക്കൂല. ആദം നബിയെ പുറത്താക്കി അങ്ങനെ തിരിച്ചെടുത്തു. ആദം നബിനെ പുറത്താക്കി അന്ന് തിരിച്ചെടുത്തു, അന്നെ തിരിച്ചെടുത്തു, അപ്പൊ തന്നെ തിരിച്ചെടുത്തു. കാരണം മുഹമ്മദ് ഈ പ്രകാശമുള്ള ഒരാളെ അങ്ങനെ പുറത്താക്കാൻ പറ്റൂല, അല്ലാഹ് ചെയ്യൂല. അതൊരു വാണിംഗ് ആണ്. എൻ്റെ വല്യമ്മ പറയും, അള്ളി റസൂലെത്താൽ ഇബ്ലീസ് പുറത്തല്ലേ. എൻ്റെ വല്യമ്മാൻ്റെ മതവാപ്പ. അള്ളി റസൂലെത്താ ഇബ്ലീസ് പുറത്ത്. ഇബ്ലീസ് പുറത്തായി. ആദം നബിനെ തിരിച്ചെടുത്തു. എപ്പോൾ തിരിച്ചെടുത്തു? അപ്പം തന്നെ. എപ്പോഴാ പുറത്താക്കി? അപ്പം തന്നെ. തിരിച്ചെടുത്തു സയ്യിദുനാ ആദം. അപ്പൊ പുറത്താക്കിയതും അല്ല, തിരിച്ചെടുത്തു. എന്ത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ അന്നൂറുൽ മുഹമ്മദി കണ്ടു സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ അല്ലാഹുവിന്റെ പട്ടാളക്കൂട്ടത്തെ എണ്ണിക്കണക്കാക്കാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. അത്രയും കോടി മലായിക്കത്ത് അവരെ എണ്ണാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. സൂറത്തുൽ മുദ്ദഫിറിലുണ്ട് ഈ ആയത്ത്. അല്ലാഹുവിന്റെ പട്ടാളത്തെ എണ്ണാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. അവരൊക്കെ സുജൂദ് ചെയ്തു. അപ്പൊ എത്ര കോടി സുജൂദരുണ്ടാവും? കോടാന കോടി ആളുകൾ, മലക്കുകൾ ഒരു സെക്കൻഡ് കൊണ്ട് സുജൂദ് ചെയ്തു. എന്തുകൊണ്ട് സുജൂദ് ചെയ്തു? ആ ആദം നബിയുടെ മുഖത്ത് മുഹമ്മദ് മുസ്തഫയുടെ പ്രകാശത്തെ കണ്ടു. അവർക്കെന്തിനാ മനുഷ്യന്മാരെ പൈസ? അവർക്കാരാ മുതലാളി? അവർക്കെന്താ രാഷ്ട്രീയക്കാരൻ? ഇതിനേക്കാൾ വലിയ അധികാരികളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന കാലത്താണ് ഇവിടെ ഇവന്റെ പേരക്കുട്ടി വരിക, മഹാനായ മഹ്ദി. ഒരു വില അവർക്കൊന്നും കൊടുക്കൂല. അവരൊക്കെ ഇങ്ങോട്ട് വില വെക്കും. എന്തുകൊണ്ട്? നീതി നടക്കും. എന്തുകൊണ്ട്? ആ കുട്ടി മുഹമ്മദ് മുസ്തഫാന്റെ പേരക്കുട്ടിയ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. അപ്പൊ ഇവര് ഭൂമിക്കടിയിലാണെങ്കിലും ഭൂമിക്ക് മുകളിലാണെങ്കിലും അവരെ ബഹുമാനിക്കുക എന്നത് നമ്മളെ ഉത്തരവാദിത്തം. അല്ലാഹുവിന്റെ അടയാളങ്ങൾ ഒരാൾ ബഹുമാനിച്ചാൽ അത് തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടയാളത്തെ ബഹുമാനിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടയാളം മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അതിൻ്റെ ബാക്കിയ പിന്നെ അലി ബിൻ അബി ത്വാലിബ
സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി. എന്നാൽ ആ മൂന്നാളെക്കാളും പിൻഗാമികൾ പ്രധാനം ഈ ആൾക്കാർ, സയ്യിദന അലി ബിൻ അബി ത്വാലിബ്. ആ പരമ്പരയെ എല്ലാവരും ബഹുമാനിക്കും. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സിദ്ദീഖുൽ അക്ബറിനോട് എന്തോ ദേഷ്യമുണ്ട് ആരോ സിദ്ദീഖുൽ അക്ബറിനോട് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വെയിലത്ത് വന്ന് നിന്നു സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു, അവിടെ നിന്നു, വിഷമിച്ചു നിന്നു. ഫാത്തിമ ബീവി പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു വിഷമൊന്നുമില്ല, പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ സിദ്ദീഖുൽ അക്ബർ തിരിച്ചു പോകുള്ളൂ, പോയതുള്ളൂ. എന്തുകൊണ്ട്? പേടിയാ, സിദ്ദീഖുൽ അക്ബറിന് പേടിയാ, ഫാത്തിമ ബീവിയെ. ഉമർ ബിൻ ഖത്താബിന് പേടിയാ റളിയല്ലാഹു അൻഹുമ ഫാത്തിമ ബീവിയെ. വളരെ നമ്മൾ ചിന്തിക്കണം. ആ കുട്ടികളാണ് സത്യത്തിൽ ദീനിന്റെ അടയാളം. അവർ ദീനിന്റെ അടയാളമായി നിലനിൽക്കുകയും വേണം. അവരുടെ ദീൻ ഇല്ലാതെയാക്കാനുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് അവർ ഗൗരവമായി ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഈ ബഹുമാനത്തെ പരിഗണിക്കാത്തവരാണ് വഹാബികൾ. അവർ ഈ ബഹുമാനത്തെ പരിഗണിക്കൂല. അത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അവരെ നിസ്സാരമായി വഹാബികളുടെ ഫിത്ന നിസ്സാരപ്പെട്ട ഫിത്നയാണെന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കരുത്. അത് ഗൗരവമായ ഫിത്നയാണ്. ഈമാൻ നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അഹ്ലു ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് കേരളം മുഴുവനും പെരുമ്പറയടിച്ചത് ഇവരാണ്. എന്തുകൊണ്ടാണ് അഹ്ലു ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് പെരുമ്പറയടിച്ചത്? എന്തിനാണ്? ഈ മഹാന്മാരായ മാത്തുക്കളായ നേതാക്കൾ ഇല്ലാതെയായാൽ നാഥനില്ലാത്ത പടയാകും മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ നാഥനില്ലാതെ പടയായി തീരണം എന്നുള്ളത് പലരുടെയും താല്പര്യമാണ്. എന്നാൽ അഹ്ലു ബൈത്തുള്ള കാലത്തോളം മുസ്ലിമീങ്ങൾ നാഥനില്ലാത്ത പടയാകൂല. പക്ഷേ നാഥനില്ലാത്ത പടയാകാതെ അവർ നാഥന്മാരായിരിക്കണമെങ്കിൽ എന്ത് വേണം? ആ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണമെങ്കിൽ അഹ്ലു ബൈത്ത് എന്ത് ചെയ്യണം? നീതിയോടുകൂടെ നിൽക്കണം, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഈ രണ്ട് ബന്ധമുണ്ടെങ്കിൽ ഇവിടെ ദീൻ ഒരു ചുക്കും വരില്ല. ഒന്ന്, അഹ്ലു ബൈത്ത് നീതിയുടെ പക്ഷത്ത് നിൽക്കുക, ജനങ്ങളെല്ലാം അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക. നീതി കൊടുത്താൽ ജനങ്ങൾ ബഹുമാനിക്കും, എല്ലാവരും ബഹുമാനിക്കും. ജാതി മതം അതിൽ വിഷയമല്ല. ഇതൊന്നും തമാശ പറയല്ല. ഞാൻ പണ്ടൊരിക്കൽ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മഹദി വന്നാൽ ഹൈന്ദവ സഹോദരങ്ങളിൽ വലിയൊരു ശതമാനം മഹദിയുടെ കൂടെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായ വർത്തമാനങ്ങൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട്? നീതി കൊടുത്ത ആരാണ് ബഹുമാനിക്കാത്തത്? ഇമാം മഹദി വന്നാൽ വലിയ ശതമാനം ക്രിസ്ത്യാനികൾ ഇമാം മഹദിയുടെ കൂടെ ആയിരിക്കും, വലിയൊരു ശതമാനം ഹൈന്ദവ സഹോദരങ്ങളും മഹദി ഇമാമിൻ്റെ കൂടെ ആയിരിക്കും. ദശാവതാരങ്ങളിലെ കൽക്കി മഹദിയാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ പഠനം. കൽക്കി ഇപ്പോഴും വന്നിട്ടില്ല. കൽക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം മഹദി ആവാനാണ് കൂടുതൽ സാധ്യത. വളരെ ഗൗരവമായി ചിന്തിക്കണം. ആ കൽക്കി വന്നാലോ കൽക്കിയെ വേദങ്ങൾ പരിചയപ്പെടുത്തിയ ദേവദാസൻ എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് അബ്ദുള്ള എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദില്ല, പിതാവിന്റെ പേര് പറഞ്ഞത് ദേവദാസൻ എന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. ഇസ്മുഹു ഇസ്മി വസ്മ അബീഹി ഇസ്മ അബീ എന്ന് മുഹമ്മദ് മുസ്തഫ നീതിയോടുകൂടെ നിൽക്കും. അഹ്ലു ബൈത്ത് എന്ത് ചെയ്യണം? നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ജനങ്ങൾ അവരെ ബഹുമാനിക്കുകയും വേണം. എന്നാ ദീനുണ്ടാവും. ബഹുമാനപ്പെട്ട ഖാജ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ മുസ്ലിമായി. 10 പൈസ ഉണ്ടോ? ഇല്ല. ആയുധമുണ്ടോ? ഇല്ല. 90 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ ഖാജ വന്നപ്പോൾ മുസ്ലിമായി എന്ന് ഓക്സ്ഫോർഡിന്റെ പഠനത്തിൽ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡിന്റെ പഠനത്തിലുണ്ട്. 90 ലക്ഷം ആളുകൾ മുസ്ലിമായിട്ടുണ്ട് ഖാജ വന്നപ്പോൾ. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. 90 ലക്ഷം ആളുകളാണ് മുസ്ലിമായ. എൻ്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. ആയുധമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പക്ഷേ ആ മനുഷ്യന്റെ മഹത്വത്തെ നിഷേധിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത് ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയാണ്. അവരായി നിന്നാൽ അവർ ചരിത്രത്തിൽ മതിയാകും. അതുകൊണ്ട് അവർ ജീവിച്ചാലും മരിച്ചാലും അവരെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കാതെ ദീനുണ്ടാവുകയില്ല. കേവലം നിസ്കരിച്ചുകൊണ്ട് ദീനുണ്ടാവില്ല.
അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്ത് അള്ളാഹുവിൻ്റെ അടയാളമാണ്. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിൻ്റെ പേരക്കുട്ടികളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലിൻ്റെ ഭാഗമാണ് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കൽ. ഒരാൾ മുഹമ്മദ് മുസ്തഫയെ വിശ്വസിച്ചില്ലെങ്കിൽ, ഒരാൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിശ്വസിച്ചില്ല, നിസ്സാരപ്പെടുത്തിയാൽ ദീനില്ല. മദീനയിലെ മുനാഫിഖീങ്ങൾ നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും യുദ്ധത്തിൽ വരെ വരും. പക്ഷേ ലാ യുക്രിമൂന നബിയൽ മുസ്തഫ, പുണ്യ റസൂലിനെ ബഹുമാനിക്കൂല. എന്ന് മാത്രമല്ല, മുനാഫിഖീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. അയാൾ ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇബ്ഉദു അന്നി യാ മുഹമ്മദ്, മുഹമ്മദേ ഒരൽപ്പം മാറി നിൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലി ഹിമാരി കരീഹൻ, നിങ്ങളുടെ കഴുതക്കൊരു വൃത്തികെട്ട വാസനയാണ്, നിങ്ങളെ കഴുതയുടെ വാസന ശരിയില്ല. ആര് പറഞ്ഞു? പള്ളിയിൽ നിസ്കരിക്കുന്ന മുനാഫിഖ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന മദീനയിലെ മുനാഫിഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാറി നിൽക്ക് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലി ഹിമാരി കരീഹൻ, നിങ്ങളെ കഴുതക്കൊരു വൃത്തികെട്ട വാസനയാണ്. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞത്, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അയാൾക്ക് വേണ്ടി നിങ്ങൾ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും അള്ളാഹു അയാൾക്ക് പുറത്തു. മനസ്സിലായില്ല? ഇയാൾക്ക് നിസ്കാരല്ലേ? പറ, നിസ്കാരല്ലേ? ഉണ്ട്. നോമ്പില്ലേ? ഉണ്ട്. യുദ്ധത്തിന് പോയത് കൊണ്ടാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സൂറത്തുൽ മുനാഫിഖൂനെ ഇറങ്ങിയത്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് പോയി വരുമ്പോഴാണ് ആ കൂട്ടത്തിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് ഏത്? സൂറത്തുൽ മുനാഫിഖൂൻ. അപ്പോൾ അവർക്ക് നിസ്കാരമുണ്ടോ? ഉണ്ട്. നോമ്പുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. എന്തില്ല? പുണ്യ റസൂലിനോട് പറ ബഹുമാനല്ല, അള്ളാഹുവിൻ്റെ ഹബീബിനോട് അവർക്ക് ബഹുമാനല്ല, അലി ബിൻ അബി താലിബിനോട് ബഹുമാനമില്ല. മിൻ അലാമത്തിൽ മുനാഫിഖ്, മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അലിയുൻ ഫയഗ്ളബ്. ഒരാൾ മുനാഫിഖാണോ എന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സഹാബികളെ കാലത്ത് എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ, ഒരാൾക്ക് മുനാഫിഖാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അയാൾ അടുത്ത് പോയിട്ട് അലിയാരെ എങ്ങനെ മാത്രം പറയും. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ആരാ? മനസ്സിലായില്ല? മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയുസ്ന അലിയൻ ഫയഗ്ളബ്. അലിയെ മാത്രം കേട്ട ഉടനെ അയാൾക്ക് പറ ദേഷ്യം വരും. അലി ബിൻ അബി ത്വാലിബിനെ മാത്രം കേട്ട ദേഷ്യം വരും. എന്തുകൊണ്ട്? അലിയാന് ബഹുമാനമില്ല. ആർക്ക്? മുനാഫിഖുകൾക്ക്. ചിന്തിക്കണം, അലി ആരാ? അഖുൻ നബിയിൽ മുസ്തഫ, അൻത അഖി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരൻ. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിഞ്ഞു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് അവിടെ വീട്ടുകാരോട് ചോദിച്ചു, ഐനാഖി ഐനാഖി, എൻ്റെ അഖ എവിടെ, എൻ്റെ അഖ എവിടെ? അപ്പോൾ അടുക്കളയിൽ ആരോ പറഞ്ഞു, സവ്വജ്തഹു സുമ്മ ഇന്നഹു അഖുൻ, നിങ്ങളെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ല നിങ്ങളെ മകളെ, പിന്നെയും സഹോദരനാണോ? ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വഹുവ അഖി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരൻ അലിയാണ്. ലാ യുഅദ്ദി അന്നി ഇല്ലാ അലി, എനിക്ക് കടം വന്നാൽ അലി അല്ലാത്തൊരാൾ വീട്ടാൻ പാടില്ല. ആരും വീട്ടരുത് എൻ്റെ കടം. ആരെ വീട്ടാവൂ? പറ. അലി മാത്രം, അലി മാത്രം. വഹുവ അഖി ഫിദ് ദുനിയ വൽ ആഖിറ, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗല, ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ അലിയും അയാൾക്ക് നേതാവായിരിക്കണം. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിൻ. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ, ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അയാൾ ആരല്ല? പറ. മുഅ്മിനല്ല, മുഅ്മിനേ അല്ല. നിസ്കാരം ഉണ്ടാവും, മുഅ്മിനല്ല. നോമ്പുണ്ടാവും, മുഅ്മിനല്ല. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ, ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അയാൾ ആരല്ല? അപ്പോൾ ആ മുഅ്മിനാണ് എന്നൊരു അടയാളാണ്. അയാൾക്ക് ആര് നേതാവാകണം? അലി ബിൻ അബി ത്വാലിബ് നേതാവാകണം എന്ന് മുഹമ്മദ് മുസ്തഫ
ഇനി ലോകാവസാനം വരെ അവരെ മക്കളാണ് നമ്മളെ നേതാക്കന്മാർ. ഒരു മൂമിനാണെങ്കിൽ ആ മൂമിൻ്റെ നേതാവ് അഹ്ലുൽ ബൈത്താണ്. ഒരു പറഞ്ഞ അനുസരിക്കണം, അവരെ നേതാവാക്കണം, അവരെ കൂടെ നിൽക്കണം, അവരെ ശക്തിപ്പെടുത്തണം. അവർ ഉമ്മത്തിൻ്റെ കൂടി നിൽക്കണം. ഈ ബന്ധം ഉണ്ടെങ്കിൽ സമുദായത്തിനൊരു ചുക്കും വരില്ല. നിങ്ങളൊരു പേടി പേടിക്കണ്ട. ഈ രണ്ട് ബന്ധം ഉണ്ടായാൽ മതി. അവർ സമുദായത്തിൻ്റെ കൂടെ നിൽക്കുക, സമുദായം അവരെയും കൂടെ നിൽക്കുക, അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കുക. അവർക്കൊന്നും പ്രശ്നമില്ല. അവർ നീതിയുടെ പക്ഷത്താണ് നിലകൊള്ളുക. അവർ മരിച്ചാലും അവർ ജീവിച്ചാലും ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുസൽ കാളിമിൻ്റെ മക്ബറയിൽ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കി, ഇപ്പം 5 ലക്ഷം 6 ലക്ഷം ആളുണ്ടാവും. ഇപ്പം ഉണ്ടാവും, ഈ സെക്കൻഡിലുണ്ടാവും. അള്ളാഹുരെ ദർജയേറ്റി കൊടുക്കട്ടെ. രാത്രി 2 മണി 12 മണി 1 മണി 2 മണി നേരത്തും അവിടെ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ആളുകളുണ്ട് മുസൽ കാളിമിൻ മക്ബറയിൽ. അക്കാലത്ത് ഈ ഉപദ്രവമൊക്കെ ചെയ്ത രാജാക്കന്മാർ എവിടെയാണ് മരിച്ചു കിടക്കണമെന്ന് പോലും ആർക്കും അറിയില്ല. എന്തേ? അത് ഹബീബായ പുണ്യ റസൂൽ മുസ്തഫ തങ്ങളെ പേരക്കുട്ടികളാണ്. ഇനിയിപ്പോൾ നമ്മളൊക്കെ പല കോലത്തിലായി നടക്കും. ഒരു കൂട്ടരെ മറ്റ് ഞാൻ ഒരു പാർട്ടിൻ്റെ പേരും അറിയില്ല, ഓരോരുത്തരും ഓരോ പാർട്ടിയാണ്. ഇതെല്ലാം ഒറ്റ കോമ്പലയിൽ വരും. ആര് വന്നാൽ മഹദി വന്നാൽ ഒരു തർക്കം ഉണ്ടാവില്ല. തർക്കം ഉണ്ടായ ഓൻ കാഫറോ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, ഓൻ കാഫറായിരിക്കും. ഒരു തർക്കം ഉണ്ടാവില്ല. അതുവരെ പലതും പറയും. മറ്റോ അങ്ങനെയാണ്, മറ്റോ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇപ്പം ഈക്കാണ്, ഇപ്പം എ പി ഒക്കെ പറയും. ഒക്കെ ഏത് വരെ പറയും. മഹദി വന്നാൽ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ മഹദിൻ്റെ ആളുകളായിരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹദി ജനത്തിൻ്റെ കൂടെ നിൽക്കും, ജനം മഹദിയുടെ കൂടെ നിൽക്കും. മഹദിക്ക് ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മഹദി മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ യൂറോപ്പ് തകരും എന്ന് മുഹമ്മദ് മുസ്തഫ. മഹദിയുടെ പട്ടാളം തളർന്നിരിക്കുന്ന നേരത്ത് ദൂരെ പുഴ കാണും. ആ പുഴയ്ക്ക് നടന്നു പോകാൻ ഇവർക്ക് ക്ഷീണം കാരണം കഴിയില്ല. അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇമാം മഹദി പുഴയോട് പറയും, ഒന്ന് ആംഗ്യം കാണിക്കും. അപ്പോൾ പുഴ ഇങ്ങോട്ട് ഓടി വരും. ഇവർക്ക് വെള്ളം കുടിക്കാൻ. മഹദി ഇമാമിന് വെള്ളം കുടിക്കാനുള്ള പുഴ ഇങ്ങോട്ട് ഓടി വരും. അങ്ങോട്ട് പോണ്ട, പുഴ ഇങ്ങോട്ട് വരും. അത് ഭൂമിയിൽ നീതി നിറക്കുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിന്റെ ബാധ്യത അവരുടെ വല്ലിപ്പ നിറച്ചത് നീതിയാ. മനസ്സിലായില്ലേ? അവരെ പേരക്കുട്ടികൾ ഭൂമിയിൽ നടക്കേണ്ടത് നീതിയാ. അവർ ജീവിക്കുന്ന ഖുർആനാകണം. ഒരർത്ഥം അലിയാരുടെയും മക്കളുടെയും മാർഗം. അഹ്ലുസുന്നന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ്. മനസ്സിലായില്ല? ഒരായത്തിന് ആയിരക്കണക്കിന് തഫ്സീർ ഉണ്ടാവും. അലിയാരുടെയും മക്കളുടെയും മാർഗം. അള്ളാഹു ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ആ മാർഗത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. അള്ളാഹു ആ മാർഗത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ മാർഗത്തിൽ ഉറച്ചിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക. ബഹുമാനപ്പെട്ട ഇമാമികൾ മുഴുവനും എല്ലാ ഇമാമികളും ആ പക്ഷത്താണ്. എല്ലാ ഇമാമിങ്ങളും ആ പക്ഷത്താണ് നിലകൊണ്ടത്, അഹ്ലു ബൈത്തിന്റെ പക്ഷത്ത്. അപ്പോൾ അവർ ജീവിച്ചാലും അവർ മരിച്ചാലും അവർ പ്രധാനപ്പെട്ടവരാ. ഇവിടെ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് മരിച്ചു കിടക്കുന്നത് അവരൊരു കാലഘട്ടത്തിൽ ഭൂമിയിൽ ദീൻ നടത്തിയ മഹത്തുക്കളായ സ്വാലിഹീങ്ങളാണ്. അവരെ ചരിത്രം എന്നെക്കാൾ താനൂർക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയും. ഈ ചരിത്രം പഠിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എമ്പാടും സാധ്യതകളുണ്ട്. നിങ്ങളത് പഠിക്കണം. അവരെ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. അവരടുത്ത് പോയി നിങ്ങൾ ഖുർആനോടണം. അത് ബഹുമാനപ്പെട്ട മദീനയുടെ ഒരു പ്രഭയാണ്. ആ കിടക്കണമൊക്കെ ഈ കാണുന്ന മമ്പുറത്ത് കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, അങ്ങനെ നാട്ടിൻ്റെ നാനാഭാഗത്തും. കോഴിക്കോട്ട് കിടക്കുന്നുണ്ട്, മംഗലാപുരത്ത് കിടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ട്, എല്ലായിടത്തും അഹ്ലു ബൈത്തിന്റെ മഖ്ബറകൾ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇവിടെ ദീൻ നടത്തിയവരാണ്. അവരെ ബഹുമാനിക്കൽ നമ്മളെ കടമയാണ്. അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും നമ്മളെ കടമയാണ്. അവരാക്ഷേപിക്കാതിരിക്കൽ നമ്മുടെ കടമയാണ്. അവരെ കൂടെ നിൽക്കൽ നമ്മുടെ കടമയാണ്. അവരെ പറ്റി പാട്ട് രചിക്കൽ നമ്മളെ കടമയാണ്. പാട്ട് പാടൽ നമ്മളെ കടമയാണ്. അഹ്ലു ബൈത്തിനെ പറ്റി പാട്ട് പാടുക, പാട്ട് രചിക്കുക. അതേത് കാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ എത്ര മുതലാളിമാർ മരിച്ചു. ആരാ പാട്ടുണ്ടാക്കിയത്? അതേ സമയത്ത് കോഴിക്കോട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, അള്ളാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ, എത്ര പാട്ടാണ് മലയാളക്കരയിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ വഫാത്തായിട്ട് ഇറങ്ങിയത് കയ്യും കണക്കുണ്ടോ?
എന്താ അതൊക്കെ പറയുന്നത്? ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദന പൂക്കോയ അള്ളാഹു ദർജ കൊടുക്കട്ടെ, എത്ര പാട്ടാണ് അറിഞ്ഞത്. എന്തിന്? മഹാനായ മൗലദ്ദബീല സയ്യിദ് അലബിൽ മമ്പുറമി എത്ര പാട്ടാണ്. പാട്ടുകാർ പാട്ട് രചിക്കും, നാട്ടുകാരത് പാടി നടക്കും. ഓരോ കാലത്തും അങ്ങനെയാണ്, എല്ലാ കാലത്തും അവരെ പറ്റി മദ്ഹുകൾ എഴുതും, ആ മദ്ഹുകൾ വീടിൽ പാട്ടും. ചിന്തിക്ക്, കോഴിക്കോട്ടെ വലിയ കാളി ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാളിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട മഹാനായ കോഴിക്കോട്ടെ വലിയ കാളി ആയിരുന്നു മുഹൈദ്ദീൻമാല രചിച്ചത്. ആ കാളി മുഹൈദ്ദീൻമാല രചിച്ചു. ഏതാ മുഹൈദ്ദീൻമാല? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 14ാമത്തെ പേരക്കുട്ടിയാണ് മഹാനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നാ രചിക്കുന്നത് 1607 AD 1607 രചിച്ചു മുഹൈദ്ദീൻമാല. 1607 400 ചില്ലാനം കൊല്ലായി മുഹൈദ്ദീൻമാല രചിച്ചിട്ട്. എല്ലാ വീടുകളിലും പാടും. എന്തേ? അത് വലിയൊരു തങ്ങൾ പാപ്പാന്റെ മഹത്വം. ആരാണ് തങ്ങൾ പാപ്പ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയാ ഖാജ സുൽത്താനുൽ ഔലിയാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ ദർജ കൊടുക്കട്ടെ. അങ്ങനെ ഏത് കാലഘട്ടത്തിലും അഹ്ലു ബൈത്തിനെ പ്രശംസിച്ച് പാട്ടുണ്ടാക്കും, ബെയ്ത്തുണ്ടാക്കും, മാലപ്പാട്ടുകൾ ഉണ്ടാക്കും. ആ മാലപ്പാട്ടുകൾ ജനങ്ങൾ പാടി നടക്കും. അത് ജനങ്ങൾക്ക് വീര്യവും ഊർജ്ജവും ഉണ്ടാക്കും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ഓടും. ആ ഫാത്തിഹ സൂറത്തിലെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിന് ഒരർത്ഥം സിറാത്ത അലിയിൻ വ ഔലാദിഹി, അലിയാരുടെയും മക്കളുടെയും മാർഗം തിരഞ്ഞെടുക്കണം എന്നാണ്. അഹ്ലുസുന്നയുടെ മാർഗം അതാണ്, അവരുടെ മാർഗം. ആ മാർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, ജീവിച്ചാലും മരിച്ചാലും അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ നിസ്സാരന്മാരായി കണക്കാക്കാൻ പാടില്ല. അവരെ സിയാറത്ത് ചെയ്യലും അവരുടെ മഖ്ബറയെ പൂജയെന്ന് പറയാൻ പാടില്ല. അതൊക്കെ ദുനിയാവിൽ തലതെറിച്ച് പോയവരും വലിയ വ്യത്യാസമില്ലാത്ത ഹക്കുമായി വളരെ അകന്നു പോയ ബാത്തിലിൻ്റെ അനുയായികളായ വഹാബികൾ ഉണ്ടാക്കിയ പ്രചാരണം മാത്രമാണ്. അതൊക്കെ വഹാബികളുടെ നയമാണ്. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുക, മഖ്ബറകളെ നിന്ദിക്കുക. ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം മഖ്ബറയാണ്. ആരുടെ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എത്ര വട്ടം ഞങ്ങളോട് പറഞ്ഞു. അതാണ് ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം. അതിന് അർശിനേക്കാൾ സ്ഥാനമാണ്. ആര് കിടക്കുന്ന സ്ഥലം? മുഹമ്മദ് മുസ്തഫ. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലി കിട്ടുന്ന പരിശുദ്ധ മക്ക മുസ്ലിമീങ്ങൾ ഹിജ്റ 8 പിടിച്ചടക്കിയിട്ടും ചില്ലറ ദിവസം റസൂലുള്ളാഹി മക്കത്ത് പാർത്തു. അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോന്നപ്പോൾ ഇങ്ങോട്ട് പോന്നു. എല്ലാവരും മദീനത്തേക്ക്. ഒരാളും തവാഫ് ചെയ്യാനോ നിസ്കരിക്കാനോ അവിടെ നിന്നില്ല. എന്തുകൊണ്ട്? തവാഫിന് 1,00,000 കൂലിയെങ്കിൽ മുത്തുനബിൻ്റെ കൂടെ പോയാൽ എത്രയാണ് കൂലിയെന്ന് കണക്കാക്കാൻ കഴിയില്ല. അത്രയും വലിയ കൂലിയാണ്. ആരെ പിൻപറ്റൽ? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? മക്കയിൽ നിന്നാ തവാഫ് ചെയ്യുക. അതിന് ആരും തവാഫിന് നിന്നില്ല. നബി നിന്നപ്പോൾ അവരും നിന്നു. നബി മദീനത്തേക്ക് പോയപ്പോൾ എല്ലാവരും പോയി. വളരെ എന്താ അതൊക്കെ ചിന്തിക്കാത്ത മക്കായിൽ പോയി ഹജ്ജ് ചെയ്തു മുഹമ്മദ് മുസ്തഫ ദുൽഹജ്ജിൽ. അത് കഴിഞ്ഞ് ചില്ലറ മാസം കഴിഞ്ഞപ്പോൾ വഫാത്തായി. മക്കയിലാണോ വഫാത്തായത്? ആണോ? അല്ല. എന്തുകൊണ്ട് അല്ല? മക്കയെ കിടന്ന് വഫാത്തായാൽ പിൽക്കാലത്ത് ആരെങ്കിലും പറയും അത് മക്കയുടെ ഷറഫാണ്. അല്ല, മദീനയുടെ ഷറഫാണ് ഏറ്റവും വലിയ ഷറഫ്. മദീനയുടെ ഷറഫാണ് ഏറ്റവും വലിയ ഷറഫ്. വളരെ ചിന്തിക്കണം. മദീനയുടെ മണ്ണിന്റെ ഷറഫ് കഅബാലയത്തിന്റെ മണ്ണിന് പോലും ഇല്ല എന്നത് അഹ്ലുസുന്നയുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ട്? അവിടെ ഒരാളുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു ആ ഹബീബിന്റെ കൂടെയാകാൻ നമുക്ക് തൗഫീക്ക് തരണമേ റബ്ബേ. ഞങ്ങളെ ആ കൂട്ടത്തിലാക്കണമേ റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകളാണ്. തങ്ങന്മാരെ നിന്ദിക്കാൻ പാടില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല, അവരെ മഖ്ബറകളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല, മഖ്ബറകളിൽ പൂജകളാണെന്ന് പറയാൻ പാടില്ല. അത് വഹാബികളുടെ നീതിയാണ്. വഹാബികൾ ഹക്കായ ദീനിൽ നിന്ന് എക്കാലത്തും ദൂരെയാണ്, യാതൊരു സംശയവും വേണ്ട. 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ ഖുർആനു ഷരീഫിൽ 82 സൂറത്തിറങ്ങിയ പരിശുദ്ധമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ഇന്ന് കക്കൂസാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്താ കാരണം? അതിനോടൊന്നും അവർക്ക് യാതൊരു ബഹുമാനവുമില്ല. ഇന്ന് കക്കൂസാണ്.
ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി ഞാൻ പറയുന്നു. നിങ്ങൾ പഠിക്ക്. 82 സൂറത്തിറങ്ങിയ വീട് ഇന്ന് കക്കൂസ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമില് 82 സൂറത്തിറങ്ങിയ സ്ഥലം ഇന്ന് കക്കൂസ. എന്തേ? അത് ഹക്കീം ഇബ്നു ഹിസാമിൻ്റെ കയ്യിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് വാങ്ങി ഖദീജ ബീവിയുമായി താമസിച്ച വീടാണത്. ആ വീട്ടിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 82 സൂറത്ത് കൊടുത്ത്. ഖുർആനിലെ 114 സൂറത്തിൽ 82 സൂറത്ത് ഇറങ്ങിയത് ആ സ്ഥലത്താണ്. അത് സഫയുടെ താഴ്ഭാഗത്താണ്. വളരെ ചിന്തിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അവർ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ അറിയൂല. അത്തരം ആളുകൾ തങ്ങന്മാരെയോ മക്ബറകളെയോ നിന്ദിക്കുന്നത് കണക്കാക്കി സുന്നികളായ ആളുകൾ പറഞ്ഞാൽ ഈമാൻ്റെ അസ്ലും അള്ളാഹു ഊരിക്കളയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, അവരെ സിയാറത്ത് ചെയ്യുക, അവരൊന്ന് ഖുർആൻ ഓടുക, അവരെ അനാവശ്യങ്ങൾ കാണിക്കാതിരിക്കുക, അവർ ഖുർആൻ ഓടുക. അവിടെ നിന്ന് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആനോടി ദുആ ചെയ്യുക, അവരെ ബഹുമാനിക്കുക, അവരെ കുടുംബത്തെ ബഹുമാനിക്കുക, അവരെ നിസ്സാരപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളുമാണ്. മലയാളക്കരക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം ലോകത്തുള്ള ഏകദേശ കബീലക്കാരായ സയ്യിദന്മാരെല്ലാം മലയാളക്കരയിൽ വന്നു എന്നതാണ്. ഇവിടെ ഹസനി കബീലകളും ഹുസൈനി കബീലകളുമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ബാഫഖയുണ്ട്, ബാലബിയുണ്ട്, ബുഖാരിയുണ്ട്. ഇങ്ങനെ സഖാഫ് സയ്യിദന്മാരുണ്ട്, എങ്ങനെ ഹൈദറുസി കബീലക്കാരുണ്ട്. ഏകദേശ കബീലക്കാരെല്ലാം, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കബീലക്കാരെല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട മലയാളക്കരയിലുണ്ട്. അവർ ഈ കടപ്പുറത്തിൻ്റെ പരിസരത്തൊക്കെ കിടക്കുന്നത് കൊണ്ട് ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരാപത്തൊന്നും ഈ മണ്ണിന് തരാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. സത്യത്തിൽ 5 മിനിറ്റ് കടൽ കയറിയാൽ തീരാനുള്ള സ്ഥലം മാത്രമേ കേരളമുള്ളൂ. 5 മിനിറ്റ്. ഒരു സുനാമി 5 മിനിറ്റ് വേണ്ട. 5 മിനിറ്റ് ഒന്നും സുനാമി അടിക്കേണ്ട ആവശ്യമില്ല, കേരളം തീരും. അത്ര കുറഞ്ഞ സ്ഥലമാണ് കേരളം. പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ വരി കിടക്കുന്നു, കുറച്ചപ്പുറത്ത് വേറെ കിടക്കുന്നു, അപ്പുറത്ത് ഇങ്ങനെ പോയാൽ കോഴിക്കോട് കിടക്കുന്നുണ്ട് മഹാന്മാരായ സാദാത്തുക്കൾ. അങ്ങനെ കിടക്കുന്നുണ്ട്. കാസർഗോഡ്, അതിൻ്റെ അപ്പുറത്ത് മംഗലാപുരത്ത് കിടക്കുന്നുണ്ട് മഹാന്മാരായ സാദാത്തുക്കൾ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സ്വഹാബത്ത്, താബിഈങ്ങളിൽപ്പെട്ട ഔലിയാക്കന്മാർ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, അവരൊക്കെ കിടക്കുന്ന ഈ മണ്ണിന് അതുകൊണ്ടാണ് ഈ മണ്ണിന് ഇത്രയേറെ മഹത്വമുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അഹ്ലുസുന്നയുടെ മാർഗത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം. അഹ്ലുസുന്നയാണ് ഹക്കായ മാർഗം. ആ മാർഗത്തിൽ ഒരാൾ നന്നാക്കേണ്ടത് നിസ്കാരം നന്നാക്കേണ്ടതല്ല, ഏറ്റവും നന്നാക്കേണ്ടത് അവനവൻ്റെ അഖീദയാണ്. അഖീദ നന്നാക്കിയിട്ടില്ലെങ്കിൽ നിസ്കരിച്ചാൽ ഒരു കണക്കുമില്ല. ഏതാണ് അഖീദ? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബു മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹു നിലക്കൊണ്ട മാർഗം അതാണ്. അശ്അരി മാതുരീദി മാർഗങ്ങൾ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ മാർഗത്തിലാണ് ഇമാമുന ശാഫിഈ. ആ മാർഗത്തിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ മാർഗത്തിലാണ് പിന്നെ അശ്അരി വരുന്നത്. അതേ വിശ്വാസത്തിലാണ് ഇമാം മാലിക് ബിൻ അനസ്, അതേ വിശ്വാസത്തിലാണ് അബൂ ഹനീഫത്ത് നുഅ്മാൻ, അതേ വിശ്വാസത്തിലാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ മാർഗത്തിലാണ് പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ആ മാർഗത്തിലാണ് അഹ്മദുൽ കബീർ റിഫായി, ആ മാർഗത്തിലാണ് സുൽത്താൻ ഔലിയ സുൽത്താൻ ഹിന്ദ് ഖാജ, ആ മാർഗത്തിലാണ് മൗലദ് ദബീര, ആ മാർഗത്തിലാണ് ഇവരെല്ലാവരും വന്നത്. ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ഒന്നിച്ച് നിൽക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം നന്നാകാതെ നിസ്കാരം നന്നായിട്ട് യാതൊരു കാര്യമില്ല. നിസ്കാരം നന്നാവണം, പക്ഷെ ആദ്യം നന്നാവേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം നന്നാവാതെ നിസ്കാരം നന്നാക്കിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഒരു പുതിയ കാലമാണ്. എന്താ കാലം? ഏത് പാർട്ടി ആയാലും വേണ്ടില്ല, മുജാഹിദായാലും ജമാഅത്തായാലും ഏത് പാർട്ടി ആയാലും വേണ്ടില്ല, നിസ്കരിക്കണം. ആദ്യം അഖീദ നന്നാക്കണം. നിസ്കാരം പിന്നീട് വന്നതാണ്, ആദ്യം വന്നത് അഖീദയാണ്. ജമാഅത്ത് നിസ്കാരം വരുന്നത് പിന്നീടാണ്. ആദ്യത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, രണ്ടാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, മൂന്നാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, നാലാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, അഞ്ചാമത്തെ ജുമായിലും മുത്തുനബി പങ്കെടുത്തിട്ടില്ല. എന്തേ? മുത്തുനബി അന്ന് മക്കത്താ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അതിൻ്റെ ജുമാ മോശാന്ന് പറയല്ല, അതൊന്നും മോശാന്ന് പറയല്ല.
പിന്നെ വളരെ നിങ്ങൾ ചിന്തിക്കണം, അതൊക്കെ പിന്നീട് വന്നതാ. മക്കത്ത് തുടങ്ങിയതല്ല ജുമാ, മദീനത്ത് തുടങ്ങിയതാണ്. മക്കത്ത് 13 കൊല്ലം ജുമാ ഇല്ല. ജുമാക്ക് വലിയ വിലയില്ലേ? ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വില അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഖീദക്കാണ്. ആ മാർഗം അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ മാർഗ്ഗമാണ്. ഇന്നിപ്പോൾ ഒരു പുതിയ നയം രൂപപ്പെട്ടു വന്നു. മുജാഹിദായാലും വേണ്ടില്ല, ജമാഅത്തായാലും വേണ്ടില്ല, തബ്ലീഗായാലും വേണ്ടില്ല, നമ്മൾ നിസ്കരിച്ചാൽ മതി എന്നൊരു രീതി. അതൊക്കെ ഇക്കാലത്ത് വന്ന ഇത് ആഖിർ സമാൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിർ സമാനിൽ അഖീദക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. സുന്നിയത്തിന് പുറത്തു പോകരുത്. അഹ്ലു സുന്നയാണ് നമ്മുടെ ജീവനാടി. അതിന് പുറത്ത് പോയാൽ പിന്നെ വഹാബിയോ, പിന്നെ അവൻ നിരീശ്വരവാദിയോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പോകും. അങ്ങോട്ട് പോകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹക്കായ മാർഗം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മാർഗ്ഗമാണ്. ആ മാർഗത്തിൻ്റെ നേതാക്കന്മാരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം. ഏത് കാലഘട്ടത്തിലും അതിനെ പ്രോജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് അഹ്ലു ബൈത്ത് വന്നിട്ടുള്ളത്. ആ അഹ്ലു ബൈത്തിൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് നിൽക്കാൻ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാകണം. സുന്നികൾ ഒന്നിച്ച് നിൽക്കണം. അതിനർത്ഥം മറ്റുള്ളവരോട് യുദ്ധം ചെയ്യണം എന്നല്ല. നമ്മൾ സുന്നികളാണ്, നമുക്ക് ഇന്നത് പറ്റും ഇന്നത് പറ്റൂല എന്ന് കണ്ട പള്ളിയിലൊക്കെ കയറി നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല, കണ്ടോരൊക്കെ തുടരാൻ നമുക്ക് പറ്റൂല. നമ്മൾ സുന്നികളാണ്. എന്തുകൊണ്ട്? നമുക്ക് നിസ്കാരത്തെക്കാൾ വലിയത് അഖീദയാണ്. അഖീദ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന് ഒരു വിലയും ഇല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സുന്നിയായി ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മക്കളെ പഠിപ്പിക്കണം. മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. ദീൻ എന്നാൽ അഹ്ലു സുന്നത്തിന്റെ മാർഗം പഠിപ്പിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതിനും ഇതുവരെ ക്ഷമിച്ച് റാഹത്തോടുകൂടെ ഇരുന്നതിലും എനിക്ക് നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ, ഹക്കായ മാർഗത്തിൽ യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരും പേടിക്കേണ്ടതില്ല, ആരും ബേജാറാവേണ്ടതില്ല. ലോകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഒതുങ്ങി ജീവിക്കുക. അവനവൻ്റെ കാര്യം, പ്രത്യേകിച്ച് അഖീദ കാര്യം, മക്കളെ കാര്യം, അതൊക്കെ ശ്രദ്ധിക്കുക. നല്ലവരായി ജീവിക്കുക. നമ്മുടെ മുൻഗാമികളെ ഓർക്കുക. ആ മുൻഗാമികളെ മാർഗത്തിൽ മുന്നോട്ട് പോവുക. അല്ലാതെ കണ്ടതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിയാൽ നമ്മൾ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ വളരെ താഴ്മയോടെ എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്നത്തെ പുതിയ പരിഷ്കാര രീതികളിൽ നിന്നൊക്കെ നിങ്ങൾ മാറണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിൻ്റെ ദീൻ ആയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും അവിടെയൊക്കെ പന്ത് കളി ഉണ്ടായപ്പോൾ അതിന് പ്രാധാന്യം നൽകുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്ത ചെറുപ്പക്കാർ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഇന്ന് ഈ കാണുന്ന അതിനുവേണ്ടി കോടിയുടെ ഫ്ലെക്സും മറ്റും ചെലവഴിച്ചവർ നിങ്ങളൊന്നും വിചാരിക്കരുത്, അതൊക്കെ തെറ്റായ രീതികളാണ്. അങ്ങനെയൊക്കെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടതിയിൽ നമ്മൾ പരാജയപ്പെടും. നീ ചെലവഴിച്ച ഒരു ഫിൽസിനെ കുറിച്ച് നിന്നോട് ചോദിക്കും. ഇതൊക്കെ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ അർജൻറ്റീനക്കാരെയോ അല്ലെങ്കിൽ ബ്രസീലുകാരെയോ ഒന്നും ആക്ഷേപിക്കല്ല. പക്ഷേ സത്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പന്ത് കളിയുടെ പിരാന്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോയാൽ, ആ പിരാന്തിൻ്റെ പിന്നാലെ മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെളിച്ചമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ മാർഗം, യഥാർത്ഥ മാർഗം പരിശുദ്ധ ദീനാണ്. അതിൻ്റെ വില വേറെ ഒന്നിനും കൊടുക്കരുത്. കളി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ ഒരു പരിധിക്കപ്പുറം അതിന് പ്രാധാന്യം കൊടുക്കരുത്. ഈ കൊല്ലം നമ്മുടെ നാട്ടിൽ കണ്ടത് വളരെ വേദനാജനകമായ സാഹചര്യങ്ങളാണ്. വളരെ വേദനാജനകമാണ്. ബാല്യക്കാർ, ചെറുപ്പക്കാരൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. അതിനിടയിലൊക്കെ മരിച്ചു പോയാൽ ആഖിബത്ത് മോശമാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന ചതികൾ വളരെ വലുതാണ്. നമ്മൾ ഒരു പ്രത്യേകമായ വിശ്വാസധാരയിൽ ജീവിക്കുന്ന, അടക്കി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. അടുത്ത കാലത്ത് ദിശ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹിന്ദുക്കൾ കൂടുതലുള്ള അങ്ങാടിയും ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള അങ്ങാടിയും തമ്മിൽ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ കണ്ട അത്ഭുതം എന്താണ്? ഹിന്ദുക്കൾ കൂടുതലുള്ള അങ്ങാടിയാണെങ്കിൽ അവിടെ ഒരു ആവറേജ് എന്തെങ്കിലും കളിയുടെ അടയാളം ഉണ്ടായെങ്കിൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾ കൂടുതലുള്ള അങ്ങാടിയാണെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ഫ്ലക്സ് ഉണ്ട്.
ഇതൊക്കെ നമ്മൾ പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിൽസ് എന്തിനാ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ ഒരു കാല് എൻ്റെ തള്ളവരെ അങ്ങോട്ട് അനക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ഇത് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞാൽ കയറൂല. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ കളിയൊക്കെ അവസാനിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പിന്നാലെ ഓടരുത്. നമ്മൾക്കൊരു യഥാർത്ഥ ബോധമുണ്ടാകണം. നമ്മൾ യഥാർത്ഥ ബോധത്തിൽ ജീവിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ബോധം നൽകിയ സമുദായം ഉമ്മത്ത് മുസ്ലിമത്താണ്. നമ്മുടെ നേതാക്കന്മാർ ലോകത്തെ ഏറ്റവും ബോധമുള്ള ജനതയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും ബോധമില്ലാത്ത ജനതയാണ്. ഇതൊക്കെ നമ്മൾ മാറണം. നമ്മൾ ഹക്കായ മാർഗത്തിൽ ജീവിക്കുക. നമ്മളെ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കുക. ബാപ്പ എങ്ങനെ ജീവിച്ചോ, ബാപ്പാൻ്റെ പ്രാധാന്യം എന്തോ അപ്രകാരമായിരിക്കും മക്കളുടെയും പ്രാധാന്യം. മക്കൾ നമ്മളിൽ നിന്ന് നല്ലത് പഠിക്കുന്ന ഒരു മാതൃക മാതാപിതാക്കളിൽ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നും എല്ലാവരും ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തിൻ്റെ വാഹകരായി ഹക്കായ മാർഗത്തിൽ ജീവിക്കണമെന്നും വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മുഅ്മിനീങ്ങളെ, സാദാത്തുക്കളെയൊക്കെ സമ്മതപ്രകാരം കൈയാണ് പൊക്കിപ്പിടിച്ചാൽ ആ ബഹളമൊക്കെ ആ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ബഹളം വെക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മജ്‌ലിസിലെ ദുആയിൽ പങ്കെടുക്കണം. ബഹളം കൂട്ടരുത് എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കണം. ആ ബഹളം അവിടുന്ന് ഒഴിവാക്കുക. ബഹളം എല്ലാവരും ഒഴിവാക്കണം എന്ന് അപേക്ഷിക്കുന്നു. കൈ പൊക്കി പിടിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك إلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة المصطفى محمد وإلى حضرات سائر أولاده وأحفاده من المؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات وإلى حضرات أصحاب المصطفى الكرام البدريين خصوصا منهم شهداء البدريين عاقلهم ورافعهم وصفوان وسعد ثم عوف ومهجع وعبيدة ومعبد وعمير وحارثة ومبشر وعمير وذي الشمالين ويزيد رضي الله عنهم وإلى حضرات سائر بدر أهل بدر الكرام والأحديين والحنينيين والخندقيين والخيبريين وسائر أصحاب النبي المصطفى محمد كلهم أجمعين. اللهم إنا نسألك بحق المصطفى وبجاه المرتضى محمد صلى الله إنا نسألك إيمانا كاملا
അല്ലാഹുമ്മ മനസ്സറിഞ്ഞ മീൻ പറയും. ഈ മജ്ലിസിൽ ദുആക്ക് ഇജാബത്തിന് സാധ്യതയുണ്ട്. ധാരാളം അഹ്ലു ബൈത്തുള്ളൊരു മജ്ലിസാണ്. ഖൈറുദ്ദേശിച്ച് വന്നതാണ്, വേറൊരു ലക്ഷ്യം ആർക്കില്ല. വളരെ ഖൈറായ മജ്ലിസാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ കാമില. اللهم إنا نسألك إيمانا كاملا. اللهم إنا نسألك إيمانا كاملا ويقينا صادقا ويقينا صادقا ويقينا صادقا وعلما نافعا وعملا متقبلا وعملا متقبلا ورزقا واسعا حلالا طيبا ورزقا واسعا حلالا طيبا ورزقا واسعا حلالا طيبا وشفاء من كل داء وشفاء من كل داء وشفاء من كل داء. അല്ലാഹുവേ, ഇത് മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ മഹത്വം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. ഈ മജ്ലിസിനെ നീ കബൂലാക്കണമേ റബ്ബ്. അല്ലാഹ്, നിന്റെ പൊരുത്തം, നിന്റെ മുത്ത് റസൂലുള്ളാഹിന്റെ പൊരുത്തം. ജിബ്രീൽ പോലും ആദം നബിയുടെ ജബഹത്തിൽ ഹബീബിൻ്റെ നൂറ് കണ്ടപ്പോൾ സുജൂദിൽ വീണു എന്ന് പറഞ്ഞ മജ്ലിസാണ്. മലായികത്തുൽ കിറാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാനിയത്തിനെ ബഹുമാനിച്ചത് പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടിയായ മൂസൽ ഖാലിമിൻ്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ഖാജയുടെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. മുഹൈദ്ദിമാനൻ്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ഓരോ കാലഘട്ടത്തിലെ അഹ്ലു ബൈത്തും നീതിക്ക് വേണ്ടി അടരാടിയ ചരിത്രം പറഞ്ഞ മജ്ലിസാണ്. നീ കബൂലാക്കണമേ റബ്ബേ. ഇത് നാഫിയായ ഇൽമാക്കണമേ റബ്ബേ, നാഫിയായ ഇൽമാക്കണമേ റബ്ബേ. മനുഷ്യന്മാരെ മനസ്സിൽ നിന്ന് ഇന്നാദ്യം എടുത്തു പോകുന്നത് യഖീനാണ്. നിസ്കരിക്കും, പക്ഷേ യഖീൻ ഉണ്ടാകൂല. അഗ്നോസിസ്റ്റുകൾ നിസ്കരിക്കുകയാണെങ്കിലും അള്ളാഹിൻ്റെ കാര്യത്തിൽ സംശയം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഹവയാണ്. അതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. മനസ്സറിഞ്ഞാമീൻ പറയും, മനസ്സറിഞ്ഞാമീൻ പറയും. പിന്നെ നമ്മൾ നടന്നിട്ട് എന്ത് കാര്യം? ആദ്യം ബഹുമാനം പോകും, പിന്നെ ഈമാനും പോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഒരു കാലത്ത് ബഹുമാനുണ്ട്, ഈമാനുണ്ട്. ഇന്ന് ബഹുമാനമില്ല, ഈമാനുമില്ല. അല്ലാഹ്, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കരുത് റബ്ബേ. കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ. ഒരു നിരീശ്വരവാദിയുടെ പ്രസംഗം കേൾക്കരുത് കേട്ടോ. മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിലെ തൂവൽ പോലെയാണ്. ആ പ്രസംഗം കേട്ടാൽ അവൻ എൻ്റെ ഈമാൻ കട്ടുകൊണ്ടുപോകും. നിരീശ്വരവാദിയുടെ പ്രസംഗം കേൾക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അവൻ്റെ എഴുത്ത് വായിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹ് റബ്ബേ, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ. ഇന്നാ മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ വാതിൽ തുറക്ക്. ബാല്യക്കാരികൾ മനസ്സിൻ്റെ വാതിൽ തുറക്ക് റബ്ബേ. ഞങ്ങൾ കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ. വയഖീനൻ സ്വാദിഖാ, ബലിഷ്ഠമായ യഖീൻ, ഉറപ്പ്, ദൃഢമായ വിശ്വാസം, ദൃഢമായ വിശ്വാസം ഞങ്ങളെ ഖൽബിൽ തരണമേ റബ്ബേ. ബദരീങ്ങൾക്കുണ്ടായത് ദൃഢമായ വിശ്വാസമാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസം തരണമേ റബ്ബേ. വയഖീനൻ സ്വാദിഖാ, വയഖീനൻ സ്വാദിഖാ. ഒരു വാള് കേട്ടാൽ മതി. ഒരു അമലിയാത്ത് ദീനിയാത്തെ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് മതിയടാ. ഒരു 3ാം ക്ലാസ്സിൽ നിർത്തിയെങ്കിൽ മതിയടാ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ പഠിച്ച ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. ആമീൻ. മനസ്സ് തുറന്ന് പറ. 12ാം ക്ലാസ് പഠിച്ചാ പോരടാ, 3ാം ക്ലാസ് നിർത്തിയാൽ കുഴപ്പമില്ല. പഠിച്ച ഇൽമു നാഫിയാകണം. ഞങ്ങളെ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. ഇന്ന് 12ാം ക്ലാസ് പഠിക്കും, ഈമാനില്ല. 12ാം ക്ലാസ് പഠിച്ചോള്, നിസ്കാരം നോമ്പുണ്ടായിരുന്നോള് ഏതെങ്കിലും ഒരുത്തനെ പ്രേമിച്ചാൽ ദീനിന്റെ പരിശുദ്ധ ശിആർ വരെ വലിച്ചെറിഞ്ഞ് കുഫറിന്റെ പിന്നാലെ ഓടുന്ന കാലമാണ് റബ്ബേ. എന്താ പ്രശ്നം? 12ാം ക്ലാസ് ഇല്ലേ? ഉണ്ട്. ഈമാനുണ്ടോ? ഇല്ല. പഠിച്ചോനെ, എന്താ കാരണം? പഠിച്ച ഇൽമു നാഫിയായില്ല. ഞങ്ങളെ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. മനസ്സറിഞ്ഞ പറയാം, മനസ്സറിഞ്ഞ മീൻ പറയാം, മനസ്സറിഞ്ഞ് പറയാം. പഠിച്ചോനെ, ഞങ്ങളെ പഠിച്ച ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ചത് നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ചത് നാഫിയാക്കി തരണമേ റബ്ബേ.
പഠിച്ചത് നാഫിയാക്കി. ഞാൻ എൻ്റെ മകളോട് ഇന്നലെ പറഞ്ഞു, കുറേ മദ്രസ പഠിക്കല്ലടി വേണ്ടത്, വയറ് കേട്ടാലോ ഇൽമുണ്ടാവും, ഉള്ള ഇൽമു നാഫിയാകണം, അള്ളാഹിനെ യഖീനുണ്ടാകണം, മുത്തുനബിയോട് അതിരറ്റ സ്നേഹമുണ്ടാകണം, അവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയോട് അതിരറ്റ സ്നേഹം വേണം. മുത്തുനബിയെ സ്നേഹിക്കാണ് 12ാം ക്ലാസ് പഠിച്ചിട്ട് എന്താണ് കാര്യം? ഞങ്ങൾ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ പഠിച്ച ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ച ഇൽമിന ഒരു ഫാത്തിഹ സൂറത്തെ ഓതാൻ അറിയെങ്കിൽ അത് മതി, എന്നാലും അത് നാഫിയാക്കി തരണമേ റബ്ബേ. ഇന്നാ നസ്അലുക ഈമാനൻ കാമില വയഖീനൻ സ്വാദിഖാ വഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല. ചെയ്തത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ, എന്നാലും അത് നീ സ്വീകരിക്കണം പഠിച്ചോനെ. മതിയടോ, അത് മതിയടാ. കുറെ ചെയ്തു, പഠിച്ചോൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് കാര്യം? ചെയ്തത് നീ സ്വീകരിക്കണമേ റബ്ബേ. ഒരാളും അമൽ കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഉള്ള അമൽ, ബലമുള്ള അമലാക്കണമേ റബ്ബേ. അത് നീ സ്വീകരിക്കുന്ന അമലാക്കണമേ റബ്ബേ. വരിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബ, ഹലാലായത് തിന്നാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഹലാലായത് തിന്നണമേ റബ്ബേ. ഹലാൽ ഹലാൽ ആരാണ് കോഴി അറുത്തതെന്ന് മനസ്സിലാക്കണം. ആരാ കോഴി പീടിയിൽ 2 കോഴി എടുത്തോന്നു പോയപ്പോലെ ആരടാ അറുത്തതെന്ന് നോക്കണം. ആ അറവിനും നിയമമുണ്ട്. ഈ അറുത്തിച്ച് നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഹറാമു തിന്നും. എന്തേ? അറക്കണോന് അറക്കണന്റെ നിയമം അറിയില്ല. അറക്കണന്റെ നിയമല്ലേ? എടുത്ത് നോക്ക്, ദീനിൽ നിയമല്ലേ? അറക്കാൻ നിയമമുണ്ട്, അതിനുണ്ട് നിയമം. അതൊന്നും പൈസ ഉണ്ടായിട്ട് ഹലാലാക്കിയ കാര്യമല്ലല്ലോ. അറത്ത കോഴി ഹലാലായി ശരിയായ അറവ് ശരിയായിട്ടില്ലെങ്കിൽ, അറവിന്റെ ഷർത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തിന്നണ ഇറച്ചി ഹറാമാവും. നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. വരിസ്ഖൻ വാസിഅൻ ഹലാലൻ ത്വയ്യിബ, ഹലാലായ ഭക്ഷണം തരണമേ റബ്ബേ. മനസ്സറിഞ്ഞ അമ്മയും പറ, ഞങ്ങൾ കഴിക്കണത് കുറച്ച് മതി, എന്നാലും അത് ഹലാലാക്കി തരണമേ റബ്ബേ. വശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നും ഷിഫ തരണമേ റബ്ബേ. ഈ മജ്ലിസിൽ ഷുഗർ ഉള്ളവരുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഷുഗർ വളരുന്ന ഒരു നാട് കേരളമാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഷിഫ നൽകണമേ റബ്ബേ. മനസ്സറിഞ്ഞ് പറയും, ഇതൊക്കെ റബ്ബിന് മതി. റബ്ബിന് ഇതൊക്കെ തിരിച്ചെടുക്കാൻ 1 സെക്കൻഡ് വേണ്ട. അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്കൊരു പ്രയാസമാകരുത് റബ്ബേ. ഷുഗറിൽ നിന്ന് കേരളത്തിന് ശമനം നൽകണമേ റബ്ബേ. ഷുഗറിൽ നിന്ന് കേരളത്തിന് ശമനം നൽകണമേ റബ്ബേ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഷുഗർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. പ്രഷർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. കൊളസ്ട്രോളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള നാടുകളിൽ ഒന്നാണ് കേരളം. ക്യാൻസർ ഇല്ലാതെയാക്കണമേ റബ്ബേ. ക്യാൻസറിൽ നിന്ന് ശിഫ നൽകണമേ റബ്ബേ. ക്യാൻസറിൽ നിന്ന് ശിഫ നൽകണമേ റബ്ബേ. ക്യാൻസറിൽ നിന്ന് ശിഫ നൽകണമേ റബ്ബേ. ഭയപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഭയപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. മനസ്സറിഞ്ഞാമയും പറ, മനസ്സ് തുറക്ക്. നീ ദ്വാരക്കുന്നത് നീ അറിയ്. അല്ലാഹ്, ഭയപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹ്, പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഈമാൻ സലാമത്തായി കുടുംബത്തിൻ്റെ മധ്യത്തിലായി കലിമ ചൊല്ലി റാഹത്തായി മരിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. വലിയൊരു ശതമാനം ഈ നിൽക്കുന്നത് കടൽ തൊഴിലാളികളാണ്. അല്ലാഹുവേ, കടൽ അവർക്കൊരു ഭീതിയാകരുതേ റബ്ബേ. കടലിൽ നിന്ന് അവർക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണമേ റബ്ബേ. കടലിൽ നിന്ന് നീ കനിയണമേ റബ്ബേ. അല്ലാഹ്, ലഹ്മൻ ത്വരിയല്ലേ കടലിലെ ഭക്ഷണത്തെ പറ്റി ഖുർആൻ പറഞ്ഞത്? ലഹ്മൻ ത്വരി എന്നാണ്, ശുദ്ധമായ മാംസ്യമാണ്, ഹലാലായ ഭക്ഷണമാണ്. ആ പരിശുദ്ധമായ ഹലാലായ കടൽ ഭക്ഷണത്തെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹ്, കടൽ ഒരിക്കലും ഭീതിയാകരുതേ റബ്ബേ. കടലിൽ പോയവർ തിരിച്ചു വരാതെയാകരുതേ റബ്ബേ. കടൽ കുഴക്കരുതേ റബ്ബേ. അതൊന്നും പേടിയാകരുത് റബ്ബേ. അല്ലാഹുവേ, എക്കാലത്തും ഖൈർ കൊണ്ടറിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ നാടാണ് താനൂർ. വല്ലാത്തൊരു നാടാണ് താനൂർ. അല്ലാഹ്, ഈമാൻ കൊണ്ടറിയപ്പെട്ട നാടാണ് താനൂർ. ഖൈർ കൊണ്ടറിയപ്പെട്ട നാടാണ് താനൂർ. അഹ്ലുസുന്ന കൊണ്ടറിയപ്പെട്ട നാടാണ് താനൂർ. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറ്റവും സ്നേഹിച്ച നാടാണ് താനൂർ. അല്ലാഹ്, ആലിമീങ്ങളെ ബഹുമാനിച്ച
അതിൻ്റെ ഇസ്സത്ത് നിലനിർത്തി തരണമേ റബ്ബേ. താനൂരിൻ്റെ ഇസ്സത്ത് നിലനിൽക്കണമേ റബ്ബേ. ആ പുതിയ മക്കൾ ദീൻ നശിപ്പിക്കുന്നവരും പരിഷ്കാരത്തിൻ്റെ പിന്നാലെ ഓടി മുൻഗാമികളെ ചരിത്രം അറിയാത്തവരും ദീനിന്റെ വില മറ്റുള്ളവരുടെ മുന്നിൽ നശിപ്പിച്ചവരും ആകരുതേ റബ്ബേ. ഒരു കാലത്ത് കോഴിക്കോട്ടെ മാർക്കറ്റിനേക്കാൾ വലിയ മാർക്കറ്റ് ഈ താനൂരിലെ മാർക്കറ്റാണ്. ആ ഇസ്സത്ത് തിരിച്ചു കൊടുക്കണമേ റബ്ബേ. താനൂരിൽ ഖൈറുണ്ടാകണമേ റബ്ബേ. താനൂരിൽ റഹ്മത്തുണ്ടാകണമേ റബ്ബേ. താനൂരിൽ ബറക്കത്തുണ്ടാകണമേ റബ്ബേ. താനൂരിൽ ഖൈറിൻ്റെ അത്താണിയാകണമേ റബ്ബേ. ആലിമീങ്ങളും ഇൽമുള്ളവരും ഇൽമിനെ ബഹുമാനിക്കുന്നവരും സുന്നത്ത് ജമാഅത്തിന്റെ മക്കളും ഏകോദര സഹോദരങ്ങളെ പോലെ ഈ മണ്ണിൽ ജീവിക്കണമേ റബ്ബേ. അവൻ ഈക്കയാണ്, അവൻ ഏപ്പിയാണ്, അവൻ മറ്റതാണ്, അവൻ മർശലാണ് എന്നൊന്നും പറയാതെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമേ റബ്ബേ. എല്ലാവരും മഹാന്മാരായ ആലിമീങ്ങളെ പിൻപറ്റുന്നവരെല്ലാം, അത് ശൈഖുനാ ശംസുൽ ഉലമയാണെങ്കിലും അത് എ പി ഉസ്താദാണെങ്കിലും എല്ലാവരും ആലിമീങ്ങളൊക്കെ ബഹുമാനിച്ച് പിൻപറ്റുന്നവർ, ഇനി അല്ലാത്തവരായാലും സുന്നത്ത് ജമാഅത്തിന്റെ മക്കളൊക്കെ ഒരുമിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകണമേ റബ്ബേ. അത് നാട്ടിൻ്റെ നന്മയാകണമേ റബ്ബേ. ഈ കിടക്കുന്ന സാദാത്തിൻ്റെ ദറജ ഏറ്റിക്കൊടുക്കണമേ റബ്ബേ. അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾ പറയുന്ന ആവശ്യങ്ങളെ അല്ലാഹ് രക്ഷിതാവായ നീ നിർവഹിച്ചു കൊടുക്കണമേ റബ്ബേ. നിനക്കല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല റബ്ബേ. നിന്റെ ഇബാദിനെ ബഹുമാനിച്ചവരുടെ ആ അമൽ ഒരു ഖുർബത്തായി നീ അംഗീകരിക്കുകയും അല്ലാഹുവേ അവരുടെ ശിക്കായത്തുകളെ നീ കേൾക്കുകയും അവർക്ക് നീ ഇജാബത്ത് നൽകുകയും ചെയ്യണമേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന് ഖൈർ നൽകണമേ റബ്ബേ. ഈ ഭാരതം ഹിന്ദു മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളായി ജീവിച്ച ഈ നാട് ഖൈറായി നിലനിൽക്കണമേ റബ്ബേ. ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തണമേ. ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഭിന്നിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുത്തണമേ റബ്ബേ. അതൊരു മുസ്ലിം ചെയ്താലും അത് ഹിന്ദു ചെയ്താലും വർഗീയത വളർത്തിയവരെ പരാജയപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളെ താടിയൊക്കെ നരച്ചു. ഇനി ഞങ്ങളെ കുട്ടികളെ കാലമാണ്. അവർക്ക് അയൽക്കാരനായ ഹിന്ദുവിന്റെ വാളിനെ പേടിയുണ്ടാകരുത്. ഹിന്ദുവിന്റെ മക്കൾക്ക് മുസ്ലിമിന്റെ